പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൽ ആദരണീയനായ പാസ്റ്റർ ജോയ് പ്രകാശ് അവർകൾ ഗുജറാത്തിൽ നിന്നും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. കർത്തദാസന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ ദൈവം ചെയ്ത അത്ഭുതകരമായ വിടുതലുകളെക്കുറിച്ചും നല്ല ഓർമ്മക്കുറിപ്പുകളുമായി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് അവർക്ക് പ്രാർത്ഥനയോട് ശ്രദ്ധയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണാം, കേൾക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്തദാസൻ പാസ്റ്റർ ജോയ് പ്രകാശ് അവർകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ദൈവാസനെ. കർത്താവിന്റെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? ഗുജറാത്തിൽ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ കുറിച്ച് ഒരു വാക്കിൽ പറയാം. പക്ഷെ എന്റെ പേര് ജോയ് പ്രകാശ് എന്നാണ്. ഞാൻ ഗുജറാത്തിലെ ബറോഡ ആണ് താമസിക്കുന്നത്. ബറോഡയിലുള്ള IPC ഷാലോ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. പിന്നെ വൈഫ് ഉണ്ട്, ഒരു കുഞ്ഞുണ്ട്, ഷാരോൺ എന്നാണ് പേര്. നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഏകദേശം 10-12 വർഷത്തോളമായി. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ കഴിഞ്ഞ 10-13 വർഷങ്ങളായിട്ട് ഇവിടെ ആയിരിക്കും. കർത്താവദാസിനെ പരിചയപ്പെടുത്തി ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദേവദാസിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതകരമായ ചില അനുഭവങ്ങൾ, അതുപോലെ ബാല്യകാലം മുതൽ ഇന്ന് വരെ ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് ദേവദാസിന്റെ ജീവിതത്തിലെ നല്ല അനുഭവക്കുറിപ്പുകളുമായി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം തുടർന്ന് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനൊരു അവസരം ഒരുക്കിയ ഈ അരോമ ടിവിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ തന്നെ അതിനുശേഷം ദൈവവചനം പഠിക്കണം അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായി. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് അധികം വിശദീകരിക്കുന്നില്ലെങ്കിലും കർത്താവിനെ കണ്ടുമുട്ടുവാൻ ചെറുപ്രായത്തിൽ തന്നെ വിശ്വാസത്തിൽ കടന്നു വരുവാനിടയായി. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ മുഖാന്തരം ബൈബിൾ കോളേജിന്റെ അഡ്മിഷൻ്റെതായ ക്രമീകരണങ്ങളായി. അപ്പോൾ അതിന് നിമിത്തമായ ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ദൈവവചനം പഠിക്കാൻ പോവുകയാണെങ്കിൽ മറ്റ് പ്രതിസന്ധികൾ നേരിടും എന്നുള്ള അനുഭവം ജീവിതത്തിൽ ഉണ്ടായത് നിമിത്തം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഇന്ത്യ ബൈബിൾ കോളേജ് കുമ്പനാട് IPC സെമിനാരിയിലാണ് ഞാൻ ദൈവവചനം പഠിച്ചത്. 2004 മുതൽ 2008 വരെ. 2004 ഏപ്രിൽ മാസം 5-ാം തീയതി ദൈവവചനം പഠിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഒക്കെ അനുഭവിച്ചതായ ഒത്തിരി വേദനകളും തിരസ്കരണങ്ങളും നിമിത്തം ദൈവവചനം പഠിക്കുവാൻ എങ്ങനെ പോകും, അല്ലെങ്കിൽ അവിടെ ചെന്നാൽ ആര് കൂടെ കാണും, ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് അതിന് വേണ്ടതായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കയറി ചെന്നത് ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഒറ്റയ്ക്ക് പെട്ടിചുമ്പി കയറി ചെല്ലുമ്പോൾ സാധാരണ ഒരാളിനെ ബൈബിൾ കോളേജിൽ കൊണ്ടുവിടാനായിട്ട് നാട്ടുകാരും വീട്ടുകാരും സഭക്കാരും സെൻട്രൽ പാസ്റ്ററും കാറൊക്കെ പിടിച്ചു വരുമ്പോൾ നമ്മൾ കുമ്പനാടുന്ന് മേടിച്ചൊരു ചുരുട്ടി കഷത്ത് പിടി ഒരു കൈ പിടിച്ച് ഒരു ബക്കറ്റും ഒരു ചെറിയൊരു സഞ്ചിയുമായിട്ട് ഒരു ബാഗുമായിട്ട് ബൈബിൾ കോളേജിൽ കയറി ചെന്നപ്പോൾ അല്പമല്ലാത്ത ഭാരം ഉള്ളിൽ തോന്നിയെങ്കിലും ആ സമയങ്ങളിൽ എൻ്റെ ഉള്ളിൽ അറിയാതെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് ഞാൻ പഠിച്ച് പ്രാർത്ഥിച്ചതല്ല, ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നതല്ല. കർത്താവെ, ആരുമില്ലാത്തവനായി വന്നു, ചിലരുള്ളവനായി പുറത്തിറങ്ങാൻ ദൈവം ഇടയാക്കണേ. ആരും അറിയാത്തവനായിട്ടാണ് വന്നത്, ചിലർ അറിയുന്നവനാകണം. അറിയപ്പെടാനുള്ള ആഗ്രഹമോ അറിയപ്പെടണമെന്നുള്ള ഒരു ചിന്തയോ ഒന്നുമല്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ എന്നെ അന്ന് അഡ്മിഷൻ എടുത്ത് കൊണ്ടുവിട്ടതായ അധ്യാപകൻ അവിടെ ഉണ്ട്. അദ്ദേഹം MDiv പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്.
ഞാനിവിടെ കൊണ്ടുവിട്ടു എന്നുള്ള ചിന്തയിൽ ഇവിടെ നീ ഈസി ആയിട്ട് ജീവിക്കാനാണെങ്കിൽ നടക്കില്ല. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം പുറത്തു വിടുന്നത് ഞാൻ തന്നെ പറയും. അല്ല, ഇവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തിറങ്ങിയാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞ് ഇന്ന് US-ലായിരിക്കുന്ന ഡോക്ടർ വിയ വർഗീസ് കർത്താവിന്റെ ഇവിടെ വളരെ അധികം ശക്തമായി പ്രയോജനപ്പെടുന്ന ഒരു അഭിഷിക്തനാണ്. അദ്ദേഹമാണ് എന്നോട് ആ ഒരു വേർഡ് പറഞ്ഞത്. എന്നെ വല്ലാതെ എന്നെ ചിന്തിപ്പിച്ചു. അന്ന് മുതൽ കർത്താവ് എന്നെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ, ആരും എന്നെ സഹായിക്കില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് എന്റെ ഉള്ളിലേക്ക് കടന്നു വരിക. അന്ന് വരെ നമ്മൾ അഡ്മിഷൻ എടുത്ത് തന്നു, അവിടെ കൊണ്ടുവിട്ടു. അപ്പൊ ബൈബിൾ കോളേജ് പഠിത്തം കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ തരുമായിരിക്കും എന്നുള്ള ചിന്തയിലായിരുന്നു ദൈവവചനം പഠിക്കാൻ ഞാൻ പോയത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ എന്നെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കുകയും അന്ന് മുതൽ വ്യക്തമായി പറഞ്ഞ 2004 മെയ് മാസം മുതൽ പ്രാർത്ഥിക്കുന്നത് ഒരു വ്യത്യസ്തമായ പ്രാർത്ഥനയായിരുന്നു. എന്ത് പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല, എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. മണിക്കൂറുകളോളം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. കാരണം ആരുമില്ല. എന്തെങ്കിലുമൊക്കെ കോളേജ് പഠിത്തം കഴിഞ്ഞിട്ട് എന്നെ സഹായിക്കുമെന്ന് ചിന്തിച്ച അധ്യാപകനും അങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം ആത്മനിറവിലാണ് പറഞ്ഞത്. ഒരിക്കലും അദ്ദേഹം എന്നെ കളിയാക്കിയോ അവഗണിക്കുകയോ അല്ല പറഞ്ഞത്. അദ്ദേഹം എന്റെ ഉള്ളിലിരിക്കുന്നത് ആത്മനിയോഗത്തിൽ തിരിച്ചത് പിന്നീട് എനിക്ക് മനസ്സിലായി. അത് അന്ന് മുതൽ പ്രാർത്ഥിച്ചു. പക്ഷേ കർത്താവ് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ദൈവകൃപയാൽ 2008 ഗ്രാജുവേറ്റ് ചെയ്യുന്നത് വരെ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലയിടങ്ങളിൽ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുവാൻ അവിടെയുള്ള സ്ഥാപനത്തിലുള്ളതായ അധ്യാപകർ പലരുടെയും പേര് ഞാൻ എടുത്ത് പറയുമ്പോൾ മറ്റുള്ളവരെ അവഗണിക്കുകയല്ല, എന്നാൽ പോലും അന്ന് രജിസ്ട്രാർ ആയിരുന്ന KJ ജെയിംസ് സാർ, ഇപ്പോൾ നമ്മുടെ AG ചർച്ചിലെ സൂപ്രണ്ട് ആയിരുന്ന KJ മാത്യു സാറിന്റെ മുൻപ് ഒത്തിരി സ്ഥാനങ്ങൾ വഹിച്ചിരുന്നതായ ഒരു ശുശ്രൂഷകനായിരുന്നല്ലോ KJ മാത്യു. അദ്ദേഹത്തിന്റെ ബ്രദർ KJ ജെയിംസ് സാർ അന്ന് ഇൻഡിപെൻഡന്റ് ബൈബിൾ കോളേജ് സെമിനാരിയുടെ രജിസ്ട്രാർ ആയിരിക്കുമ്പോൾ അന്ന് ഞാൻ ഒത്തിരി വണ്ണമൊന്നുമില്ല, വെറും അശു പോലെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ അന്ന് അദ്ദേഹം എന്നിലുള്ള ശുശ്രൂഷ തിരിച്ചറിഞ്ഞിട്ടാകാം അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്ന ശുശ്രൂഷകൾക്ക് എന്നെ കൊണ്ടുപോവുകയും ഒരു മകനെ പോലെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പല പ്രാവശ്യം എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുകയും അവസരങ്ങൾ നൽകുകയും അദ്ദേഹം ഒരു സഭയിൽ ശുശ്രൂഷിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ ഞായറാഴ്ചകളിൽ മാത്രം അദ്ദേഹം ശുശ്രൂഷിക്കുകയും ബൈബിൾ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന എന്നെ കൊണ്ട് ബാക്കി ദിവസങ്ങളിലെല്ലാം ശുശ്രൂഷിപ്പിച്ചത് ഞാനിങ്ങനെ ഓർക്കുന്നു, കുമ്പനാടിനടുത്ത്. അങ്ങനെ ഒത്തിരി അവസരങ്ങൾ പഠിപ്പിച്ച അധ്യാപകർ തന്നെ. അതുപോലെ വാർഡനായിരുന്ന EM ജെയിംസ് സാർ എന്ന് പറയുന്ന ഒരു TT സൈമൺ സാറുണ്ട്, KJ ജോൺ, ഇങ്ങനെയുള്ള ഇന്ത്യ ബൈബിൾ കോളേജ് ആ കാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്ന എല്ലാ അധ്യാപകരും എന്താണെന്ന് എനിക്കറിയില്ല എന്നോടുള്ള ബന്ധത്തിൽ. അതുപോലെ തന്നെ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന ഇൻഡിപെൻഡന്റ് ദൈവസഭയുടെ പ്രസിഡന്റ് ആയിരുന്ന TS അബ്രഹാം അപ്പച്ചൻ, അദ്ദേഹത്തിന്റെ മകള് മേഴ്സി ആന്റി, അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് മേജർ ലൂക്ക് അങ്ങള്. അങ്ങനെ എന്ത് പറയാ, നമുക്ക് ആരും വ്യക്തിപരമായി എന്റെ വീട്ടിലോ എനിക്ക് വിശ്വാസത്തിൽ എന്നെ കൂടെ നിൽക്കാൻ എന്നോടൊപ്പം ആളില്ലെങ്കിലും ഞാൻ ദൈവവചനം പഠിക്കാൻ ചെന്നു. മാനുഷികമായിട്ട് നോക്കിയാൽ പെന്റക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, വിദ്യാഭ്യാസപരമായിട്ട് നോക്കിയാലില്ല, ഫിസിക്കലായിട്ട് നോക്കിയാൽ ഒത്തിരി വണ്ണമോ ഒന്നും എടുത്തു പറയാനില്ല. ഒരു പാസ്റ്റർ എന്ന് പറയാവുന്ന ഒരു ഫിസിക് അന്നില്ല. അപ്പം ഇതൊന്നും മാനുഷികമായിട്ടില്ലെങ്കിലും എന്തുകൊണ്ടെന്നറിയത്തില്ല, ദൈവത്തിന്റെ ഒരു ഫേവർ എന്റെ മേലുള്ളത് കൊണ്ടാകാം, അധ്യാപകരാണെങ്കിലും നമ്മുടെ ഉണ്ടായിരുന്നവരൊക്കെ ആണെങ്കിലും എന്നോട് ഭയങ്കരമായ ഒരു സ്നേഹവും അടുപ്പവും കാണിച്ചു. അതെന്റെ ക്രിസ്തീയ ജീവിതത്തിന് ഭയങ്കരമായ ഒരു വ്യത്യാസമായിരുന്നു. ആ ഒരു 2004 ഓറിയന്റേഷൻ ക്ലാസ് ആയിരുന്ന ആ ഒരു വർഷം ഒത്തിരി പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ ജനുവരി മാസത്തിൽ കുമ്പനാട് കൺവെൻഷൻ കഴിഞ്ഞു. തുടർന്നുള്ള 3 മാസങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. കോളേജിൽ തന്നെ നോർത്ത് ഈസ്റ്റിലുള്ള കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവരോടൊപ്പം ഞാൻ അവിടെ തന്നെ നിന്നു പ്രാർത്ഥിക്കും. അവിടെ പല കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ദൈവടയാക്കി. അതിനുശേഷം ഞാൻ 2005 ഫസ്റ്റ് ഇയറിലേക്ക് പ്രവേശിച്ചു. ഫസ്റ്റ് ഇയറിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കുമ്പനാട് വന്നിട്ടുള്ളവർക്കറിയാം, കൺവെൻഷൻ ഗ്രൗണ്ടിന്റെ അടുത്ത് തന്നെയാണ് ചാപ്പൽ. അന്ന് അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസനുണ്ട്, വർഗീസ് മാത്യു എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസൻ. ഇന്ന് അദ്ദേഹം ഒരു സെൻട്രൽ പാസ്റ്റർ ആണ്. അദ്ദേഹം ഞാനിത് ഒരു അനുഭവമായിട്ട് പറയുമ്പോൾ അദ്ദേഹം ഇന്നിത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു നന്ദിയും കൂടി ഞാൻ ഈ സാക്ഷ്യത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് ദൈവദാസൻ നല്ല എന്റെ ചെറുപ്പകാലവും എല്ലാ അനുഭവങ്ങളും പറയണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനതും കൂടി ഓർത്ത് എന്റെ മനസ്സിലേക്ക് വന്നത് കൊണ്ട് ഞാനതങ്ങ് പറയുകയാണ്. അദ്ദേഹത്തോടുള്ള ഒരു നന്ദിയും കൂടി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ആ കർത്താവിന്റെ ദാസന് കുമ്പനാട് ഹെബ്രോൺ IPC സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ സാധാരണ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് സാക്ഷ്യം പറയാൻ അവസരം. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനാണ് എന്റെ പേരാണ് അന്ന് ഇട്ടിരിക്കുന്നത്,
അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഇന്ത്യ ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസ് എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടുകയും ശേഷം നിയോഗിച്ചിരിക്കുന്ന സഹോദരൻ മുൻപോട്ട് കടന്നു വന്ന് 5 മിനിറ്റ് ദൈവോധനം പറയുകയും ചെയ്യും. അതുവരെ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ലാത്ത, പഴക്കമൊന്നുമില്ലാത്ത ഞാന് 100-300 വിശ്വാസികളുള്ള ഇത്രയും സ്റ്റുഡൻസ് ഇരിക്കുന്ന, അധ്യാപകരിരിക്കുന്ന വേദിയിൽ ഞാൻ മുൻപോട്ട് കയറി ചെന്ന്, ചെറുപ്പത്തിലെ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാത്തതുകൊണ്ടാകാം, 5 മിനിറ്റ് അല്ലേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ പറയാം എന്ന് ചിന്തിച്ച് മുൻപോട്ട് കടന്നു ചെന്നു. എന്റെ ഉള്ളിൽ അന്ന് തന്നതായ ഒരു വചനത്തിന്റെ ഒരു ചിന്ത ഒരു 5 മിനിറ്റിൽ കുറയാതെ ഞാൻ പറഞ്ഞു വന്നിരിക്കാൻ തുടങ്ങുമ്പോൾ ആ ദൈവദാസൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ ബ്രദർ അവിടെ നിൽക്കെന്ന് പറഞ്ഞു. എന്നെ അറിയില്ല, പരിചയമില്ല, എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല, 1 വർഷം കൊണ്ട് എനിക്കറിയാമെന്ന് പറഞ്ഞ സ്റ്റേജുകളിൽ നിന്ന് കണ്ടു. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടൊന്നും അറിയത്തില്ല. പക്ഷെ ആ ദൈവദാസൻ പറഞ്ഞു, ഈ സഹോദരൻ ആരെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നൊന്ന പോലെ ഓർക്കുന്നു, 2005 ഏപ്രിൽ മാസം അവസാനങ്ങളിലെ ഒരു സൺഡേ, അവസാനമാണോ മെയ് ഫസ്റ്റിലോ, ആ സൺഡേയിൽ അന്ന് എം ബി ചാക്കോ സാർ, ദൈവശാസ്ത്രം എഴുതിയ എം ബി ചാക്കോ സാർ ജീവിച്ചിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തെ അവിടുത്തെ മെമ്പറാണ്. ഈ ദൈവദാസൻ വർഗീസ് മാത്യു പാസ്റ്റർ പറഞ്ഞു, ഇപ്പോൾ എല്ലാ പേരും ഈ സഹോദരന് നേരെ കൈ നീട്ടുക. എം വി ചാക്കോ സാർ മുൻപോട്ട് കടന്നു വന്ന് ഈ സഹോദരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമെന്ന്. എന്നെ പ്രാർത്ഥിച്ചു വിടാൻ, ബൈബിൾ കോളേജിൽ പ്രാർത്ഥിച്ചു വിടാൻ ആളില്ലായിരുന്നു. അങ്ങനെ 1 വർഷം മുൻപേ ഒറ്റയ്ക്ക് പെട്ടി ചുമ്മി കയ്യിൽ പായും പിടിച്ച് ബക്കറ്റും പിടിച്ച് കയറി ചെല്ലുമ്പോ, അറിവില്ലാത്തവനായപ്പാ എന്നൊക്കെയുള്ള ആ 1 വർഷത്തെ വേദന ദൈവം കണ്ടു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത്രയും പേരുടെ മുൻപിൽ വെച്ച് എന്നെ പ്രാർത്ഥിച്ചു. അതായത് 1-ാം വർഷത്തെ ക്ലാസ് ആരംഭിച്ച് ചില നാളുകൾ കഴിയുമ്പോൾ തന്നെ ഡോക്ടർ എം വി ചാക്കോ സാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത്. അതിനുശേഷം എം വി ചാക്കോ സാറിന്റെ പല പ്രാവശ്യം അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ, പല ലേഖനങ്ങൾ പകർത്തി എഴുതാനൊക്കെ എനിക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ നല്ല ഓർമ്മയായി ഇന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ദൈവവചനത്തിന്റെ ആ നമ്മുടെ ഗോൾഡൻ ടൈം എന്നൊക്കെ പറയുന്നത് പോലെ 2004-2008 കുമ്പനാട് ബൈബിൾ കോളേജിലെ ആ കാലഘട്ടം എന്നെ സംബന്ധിച്ച് എന്നെ ഷാർപ്പാക്കാൻ, എന്നെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എന്നെ വാർത്തെടുക്കാൻ, എന്നെ ഒത്തിരി പഠിപ്പിച്ച അധ്യാപകരിലൂടെ ആണെങ്കിലും അവസരങ്ങളിലൂടെ ആണെങ്കിലും ഒത്തിരി നൽകിയ ഒരു സമയമായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ പലയിടങ്ങളിൽ യാത്ര ചെയ്യുവാൻ, കേരളത്തിന് പുറത്ത് ബോംബെയിൽ പല പ്രാവശ്യം യാത്ര ചെയ്യുവാനൊക്കെ സ്വർഗത്തിലധികം അവസരം നൽകി. ഒരു പ്രാവശ്യം ഞാൻ ഇന്നും സുവിശേഷകന്മാരായിട്ട് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലേക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കുടുംബത്തിൽ ആരും സുവിശേഷകന്മാരായിട്ടില്ല, വിശ്വാസികളായിട്ട് തന്നെ ആരുമില്ല. അങ്ങനെ ഉള്ള സമയങ്ങളിൽ ആ കാലത്തിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഒത്തിരി വേദനകളൊക്കെ ആ സമയത്തുള്ളപ്പോഴും 2005 ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്ടോബർ മാസത്തിൽ ഒരു പ്രാവശ്യം ഞാനിന്ന് ബൈബിൾ കോളേജിലാണ്, ഫസ്റ്റ് ഇയർ ആണ്. എന്നോട് ദൈവം പറഞ്ഞു, ബോംബെക്ക് പോകണമെന്ന് പറഞ്ഞു. ബോംബെ എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഇവിടുത്തെ സ്ഥലങ്ങളോ ചർച്ചോ ഒന്നും അറിയത്തില്ല. എന്നോട് ദൈവം പറഞ്ഞു, ബോംബെക്ക് പോകണം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ എന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ബോബി എന്ന് പറയുന്ന ഒരു സഹോദരൻ എന്റെ കൂടെ ദൈവവചനം പഠിക്കുന്നുണ്ട്. ഒരു സഹോദരനെ പോലുള്ള ഒരു ബോബി ഐസക്. അദ്ദേഹത്തോട് ഞാനിത് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ബോംബെക്ക് പോകണമെന്ന്. അദ്ദേഹം പറഞ്ഞു, അതിനെന്താ, ദൈവം പോകാനല്ലേ പറഞ്ഞുള്ളൂ, നമുക്ക് പോയിട്ട് വരാം, ശുശ്രൂഷിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ മുൻപ് ബോംബെയിൽ കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് അല്പം അത്യാവശ്യം ഹിന്ദി അറിയാം. മാത്രമല്ല, ജോലി ഒരു കാര്യം ചെയ്യും, കിട്ടുന്ന ശുശ്രൂഷയ്ക്ക് കിട്ടുന്ന പൈസയൊക്കെ സ്വരൂപിച്ച് വെക്കാൻ നമുക്ക് ഈ കൺവെൻഷൻ കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങുമ്പോൾ ഒരു 10 ദിവസം ബോംബെ പോയിട്ട് വരാം. അവിടെ ചാലുകൾ കിട്ടും കുറഞ്ഞ വിലയ്ക്ക്. അവിടെ ബെഡ് സ്പേസിൽ നമുക്ക് കിടക്കാം. ഒരു 10 ദിവസം റെയിൽവേ സ്റ്റേഷനിലൊക്കെ നടന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. കാരണം ദൈവം പോകാൻ പറഞ്ഞല്ലേ, നമുക്ക് പോകാം. ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വേർഡ് എന്നെ വല്ലാതെ ബലപ്പെടുത്തി. അങ്ങനെ അതിനുശേഷം കിട്ടിയ പൈസ എല്ലാം സ്വരൂപിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അദ്ദേഹമാണ് ടിക്കറ്റ് എടുക്കുന്ന നേത്രാവതി എക്സ്പ്രസിന് കായംകുളം ടു കുർള. അങ്ങനെ ആദ്യമായിട്ട് ബോംബെയിലുള്ള ഒരു സ്ഥലത്തിന്റെ പേര് കിട്ടി, കുർള. അങ്ങനെ ബോംബെയിൽ കുർള എന്നൊരു സ്ഥലം ഉണ്ടെന്ന് അറിയാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഞാൻ മീറ്റിങ്ങുകൾക്ക് പോകുമ്പോൾ ഒരു പ്രാവശ്യം അടൂര്, അതിനുശേഷം ഞാനൊരു വീക്കെൻഡിൽ മീറ്റിങ്ങിന് പോയപ്പോ എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലിയാണ്. പലവട്ടം അവിടെ പോയിട്ടുണ്ട്. അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവിടുത്തെ അങ്കിള് ഗൾഫില് ജോലി ചെയ്യുന്നു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, എന്റെ പപ്പ ഫെബ്രുവരിയിൽ വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ജോയി ഫെബ്രുവരി ഒരു മീറ്റിങ്ങിന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഫെബ്രുവരി കാണത്തില്ല, ബോംബെക്ക് പോവാ. എന്നോട് ചോദിച്ചു, എവിടെയാ പോകുന്നേ? ഞാൻ പറഞ്ഞു, കുർളയിലാ മീറ്റിംഗ്. അപ്പൊ നമുക്ക് മീറ്റിംഗ് ഇല്ലെന്നോ ഇതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞില്ല, മീറ്റിംഗില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, എവിടെയാ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഹോട്ടലിൽ വല്ലതും താമസിക്കണം.
അപ്പോൾ ഉടനെ അവർ പറഞ്ഞു, അയ്യോ അതിനെന്താ, ഉരുളയ്ക്ക് തൊട്ടടുത്ത് സാക്കിനാക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾക്ക് സ്വന്തമായി വീടുണ്ട്. PMGയുടെ പ്രവർത്തനം ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അപ്പോൾ സാക്കിനാക്ക പൈപ്പ് ലൈനിലുള്ള PMG ചർച്ചിലെ പാസ്റ്റർ മാത്യുവിനെ ആ വീട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ 2 സഹോദരന്മാർ വരുന്നുണ്ട്, അവരെ കുർള സ്റ്റേഷനിൽ നിന്ന് എടുത്ത് നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുക, നമ്മുടെ സഭയിൽ ആദ്യത്തെ 3 ദിവസം ശുശ്രൂഷ ചെയ്യിപ്പിച്ചിട്ടേ അവരെ വേറെ എവിടെയെങ്കിലും വിടാവും. ചുരുക്കി പറഞ്ഞാൽ അതിനുശേഷം 100-150 പ്രാവശ്യം ബോംബെയിലും മീറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും അന്നത്തെ പോലെ അത്രയും തിരക്ക് പിടിച്ചൊരു 10 ദിവസം നിന്ന് രാവിലെയും വൈകിട്ടും ഫുൾ പാക്ക് പോലെ വലിയ ശുശ്രൂഷ ഉണ്ടായിട്ടല്ല, ആ ദൈവത്തിന്റെ നീതി. അതുകൊണ്ട് സുവിശേഷകന്മാരോട് ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഒരു ഉപദേശമായിട്ട് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആയിട്ട് ഞാൻ പറയാം, നിശ്ചയമായിട്ടും ദൈവം നമ്മളോട് എന്ത് പറയുന്നുവോ അതനുസരിക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും അതിനകത്ത് ദൈവത്തിന്റെ കരം വെളിപ്പെടും. അവൻ അന്ന് മുതൽ കർത്താവിന്റെ പ്രവർത്തികൾ എന്റെ ജീവിതത്തിൽ കാണാൻ തുടങ്ങി. 2010 ശേഷം MD പായിപ്പാട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ്, നാട്ടിൽ കുഴപ്പമില്ല, എനിക്ക് മീറ്റിങ്ങുകളുണ്ട്, നാട്ടിൽ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യണം. എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എന്റെ പച്ച പോയാൽ ഒട്ടും പറ്റത്തില്ല, നീ നോർത്ത് ഇന്ത്യയിൽ പോകണം, നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു വാക്കാണ്, നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി എനിക്ക് കല്യാണം കഴിക്കാൻ അവസരം നൽകിയാൽ ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകാം. കാരണം നാട്ടിലുള്ള രീതി അല്ല നോർത്ത് ഇന്ത്യ. അതിന്റെ ഇടയിൽ ഞാൻ പലവട്ടം ബോംബെയില്, പഞ്ചാബില് പലപ്പോഴും ഞാൻ മീറ്റിങ്ങുകൾക്കായിട്ട് ഡൽഹിയിലൊക്കെ ചില ദിവസങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, അങ്ങനെ എനിക്ക് മീറ്റിങ്ങിന് അവിടെ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ പോകാം, അല്ലാതെ കേരളത്തിൽ നിന്നൊരു പെൺകുട്ടി വിവാഹം കഴിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ദർശനം എനിക്കാണ് കിട്ടിയത്, അവിടുത്തെ രീതി അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അതെന്റെ ഫാമിലി ലൈഫിനെ ബാധിക്കും, എന്റെ മിനിസ്ട്രിയെ ബാധിക്കും, അതുകൊണ്ട് പറ്റില്ല. അങ്ങനെ മെസാനയിൽ രാജസ്ഥാൻ, ഗുജറാത്ത് യാത്ര ചെയ്യുന്ന അഹമ്മദാബാദിനപ്പുറത്ത് മെസാനയിൽ ദീർഘവർഷങ്ങളായി, ഏകദേശം 50-ലധികം വർഷങ്ങളായി കർത്താവിന് വേണ്ടി മിഷൻ പ്രവർത്തനം ചെയ്യുന്ന പാസ്റ്റർ PJ തോമസ്, അദ്ദേഹത്തിന്റെ 2ാമത്തെ മകളെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ ദൈവം അവസരം നൽകി. അങ്ങനെ വിവാഹം കഴിക്കുവാൻ ദൈവം ബലപ്പെടുത്തി. അതിനും ഒത്തിരി പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ഞാൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അതിലേക്ക് ഞാൻ വിശദമായി കടക്കുന്നില്ല. എങ്കിലും കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി. എന്റെ പിതാവ് ഉൾപ്പെടെ എല്ലാവരും സഹകരിക്കുവാൻ, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസത്തിലല്ലാത്തവർ പോലും വന്ന്, എന്റെ കുടുംബത്തിൽ വിശ്വാസത്തിലല്ലാത്ത ഒത്തിരി പേരുണ്ട്, അവരെല്ലാവരും വരുവാനൊക്കെ ദൈവം അവസരം നൽകി. അപ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് എന്നുള്ള ദർശനത്തിൽ തന്നെ വരികയും, അന്ന് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം മെഡിസിൻ പഠനം കഴിഞ്ഞിട്ട് പഠനത്തിന്റെ കഴിക്കുന്ന സമയത്താണ് എന്റെ വിവാഹം നടക്കുന്നത്. ആ സമയത്ത് എന്റെ കരം ശൂന്യമാണ്. ഞാൻ MD സെക്കൻഡ് ഇയർ ആണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഫർദർ സ്റ്റഡി. ഞാൻ പറഞ്ഞു, MD എടുക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും എൻട്രൻസ് എഴുതി. അങ്ങനെ മെഡിസിൻ പഠനത്തിന് ശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനില്, പാട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനില് അഡ്മിഷൻ ലഭിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ പഠിക്കുന്നു. ഞാൻ നാട്ടിൽ പായിപ്പാട് MD പഠിക്കുന്ന സമയത്ത് അദ്ദേഹവും പഠിക്കാനായിട്ട് പ്രവേശിച്ചു. അങ്ങനെ ഞങ്ങള് അദ്ദേഹം ഇവിടെ പഠിക്കുന്നു, ഞാൻ അവിടെ പഠിക്കുന്നു. സാമ്പത്തികമായിട്ട് ഒത്തിരി പരാധീനതകൾ, ആ സമയങ്ങളിലൊക്കെ ദൈവത്തിന്റെ കരുതലുകൾ കാണുവാൻ ഞാൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അനുഭവങ്ങൾ എപ്പോഴും നമ്മൾ അനുഭവിക്കാനുള്ളതാണ്. നമ്മുടെ അനുഭവങ്ങൾ പലപ്പോഴും മറ്റുള്ളവരോട് പറയുമ്പോൾ അതൊരു കഥയായിട്ട് തോന്നും. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നവർ കടന്നു പോകുമ്പോൾ അതിന്റെ സ്വീറ്റ്നെസ്, അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനും അത് കഴിഞ്ഞിട്ട് ആ അനുഭവം ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന മധുരവും ഭയങ്കരമാണ്. ഞാൻ എപ്പോഴും പറയും, മാറയിലെ വെള്ളം കുടിക്കുമ്പോഴുള്ള ടെൻഷനും പിന്നെ ഒരു മധുരമുള്ള വെള്ളം കുടിക്കുമ്പോഴുള്ള മധുരമായ ഒരു ഓർമ്മയും അത് വല്ലാത്തൊരു സംഭവമാണ്. ഞാൻ ഒരു 1-2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഇദ്ദേഹത്തിന് ലാപ്ടോപ്പിന്റെ ഒരു ആവശ്യമുണ്ട്. അതുവരെ സുഹൃത്തുക്കളിൽ നിന്നാണ് എടുത്ത് പ്രൊജക്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രൊജക്ട് ചെയ്ത റിസൾട്ട് വന്നപ്പോൾ സ്വന്തമായി ലാപ്ടോപ്പ് ഉള്ളവരെക്കാളും കൂടുതൽ മാർക്ക് അവരിൽ നിന്ന് വാടകയ്ക്കെടുത്ത് അവരിൽ നിന്ന് എടുത്ത് പ്രൊജക്ട് അവതരിപ്പിച്ച വൈഫിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലുള്ള ആരും ലാപ്ടോപ്പ് കൊടുക്കാതായി. ഞങ്ങളിൽ നിന്ന് എടുത്ത നിനക്ക് കൂടുതൽ മാർക്ക് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അതൊരു പാഷ്യാലിറ്റി ആയി വരികയും അപ്പൊ ലാപ്ടോപ്പ് മേടിച്ചേ പറ്റൂ എന്നുള്ളൊരവസ്ഥ വരികയും 35,000 രൂപ ഒരു ചെറിയൊരു ലാപ്ടോപ്പിന് വേണ്ടി എന്നുള്ള ഒരു തലത്തിലേക്ക് വന്നെന്ന് എല്ലാവരിൽ നിന്നൊക്കെ മേടിച്ച ഒരു 25,000 ഞാൻ സ്വരൂപിച്ചു. അവസാനം 10,000 രൂപയുടെ ആവശ്യമുണ്ട്.
ഒരു നിവർത്തിയില്ല. ഞാൻ എനിക്ക് പരിചയമുള്ളവരിൽ നിന്ന് എന്റെ ഫ്രണ്ട്സിൽ നിന്നൊക്കെയാണ് അറേഞ്ച് ചെയ്തത്. 10,000 രൂപ. അവസാനം എന്റെ അമ്മയോട് ഞാൻ ചോദിച്ചു. അമ്മ പറഞ്ഞടാ എന്റെ 5,000 രൂപയുണ്ട്, ഞാൻ തരാം എന്ന് പറഞ്ഞ് ഞാൻ അത് മേടിക്കാനായിട്ട് ഒരു താമസിക്കുന്ന വട്ടപ്പാറയിലേക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ കൊട്ടാരക്കരയിൽ ഞാൻ ബസ്സിലിരിക്കുമ്പോൾ ഒരിക്കൽ ഫോൺ കോൾ വരികയാണ്. വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ 2004 കുമ്മനാട് ബൈബിൾ കോളേജിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ അന്ന് 2005 ഹെബ്രോൻ സഭയിൽ ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റർ പ്രാർത്ഥിച്ചു എന്ന്. അന്ന് ആ സഭയിൽ ഉണ്ടാകുന്ന ഒരു കുടുംബം, ബ്രദർ സുശീലൻ, ഗീത എന്ന് പറയുന്ന ഒരു കുടുംബം, കുമ്മനാട് ഹെബ്രോൻ സഭയിലെ വിശ്വാസികളാണ്. ഒരു മകനെ പോലെ എന്നെ സ്നേഹിക്കുകയും ആ വീടിനോട് ചേർന്ന് ഒരു മുറി എനിക്ക് വേണ്ടി ഉണ്ടാക്കുകയും അവിടെ താമസിപ്പിക്കുകയും ചെയ്ത ഒരു കുടുംബം. അവരെ ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ നമ്പറാണ് ഇന്നും ഞാൻ ഉപയോഗിക്കുന്നത്. അന്ന് എടുത്തു തന്ന, അതിനുശേഷം ഞാൻ ഇന്ന് വരെ ഒരു മൊബൈൽ നമ്പർ എടുത്തിട്ടില്ല. ഒറ്റ നമ്പരേ ഉള്ളൂ. അന്ന് 2005 ആ കുടുംബം എനിക്ക് വേണ്ടി എടുത്തു തന്ന നോക്കിയയുടെ പണ്ടത്തെ ഒരു മൊബൈലുണ്ട്. അവരുടെ സഹോദരി UK-യിലാണ്. ആ സഹോദരിയുടെ ഒരു ഫ്രണ്ട് ആണ് ഈ മൊബൈൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നത്. അതുപോലെ തന്നെ ഒരു വർഷത്തിന്റെ ഹാഫ് ഫീസ് ആ കുടുംബം കൊടുത്തത് നന്ദിയോടെ ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ ബഹറിലുള്ള വർഷങ്ങൾക്ക് ശേഷം ബഹറിൽ ചെല്ലുമ്പോൾ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു. അവര് പറഞ്ഞു, പാസ്റ്ററുടെ അന്നത്തെ ഒരു പ്രാവശ്യത്തെ ഫീസ് ഞങ്ങളായിരുന്നു കൊടുത്തത്, എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ കരുതലുകൾ കാണുവാൻ തുടങ്ങി. അങ്ങനെ ഈ ഇദ്ദേഹത്തിന് ഈ 5,000 രൂപയുടെ ആവശ്യം അവസാനം ഒന്നുമില്ലാതെ ഞാൻ വണ്ടിക്കകത്തിരിക്കുമ്പോൾ മമ്മിയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഈ കോള് വരുന്നത്. സിസ്റ്റർ ദേവു തമിഴ്നാട് സ്വദേശിയാണ്. ദേവു UK. അവരെന്നെ വിളിച്ചിട്ട് പറയാണ്, ബ്രദർ മോൻ എന്നെ അറിയാവോ, ബ്രദറിനെ എന്നെ അറിയാവോ, ഞാൻ ഇങ്ങനെ അന്ന് ഒരു മൊബൈലിന്റെ കാര്യമൊക്കെ ചെയ്തത് ഞങ്ങളാണ്. ആ നമ്പർ ഞങ്ങളുടെ ഉണ്ടായിരുന്നു, പക്ഷേ എന്റെ കയ്യിൽ നിന്ന് നമ്പർ ഡയറി വെച്ചിരുന്നു. നാട്ടിൽ വന്നു, ഡയറി നാട്ടിൽ വെച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു. വീണ്ടും വെക്കേഷന് നാട്ടിൽ വന്ന് ആ പെട്ടി നോക്കിയപ്പോഴാണ് ഇപ്പോൾ ഡയറി കണ്ടത്. നമ്പർ മാറിയോ ഇല്ലയോ എന്ന് അറിയത്തില്ല. വെറുതെ ഞങ്ങൾ വിളിച്ചു നോക്കിയതാണ്. ഞാൻ നാളെ തിരിച്ച് UK-ക്ക് പോവുകയാണ്, മോന ഒന്ന് ഇവിടം വരെ വരാൻ പറ്റുമോ എന്ന്. എവിടെയാന്ന് ചോദിച്ചപ്പോൾ പാറശാലയ്ക്ക് അപ്പുറത്താണ് അവർ താമസിക്കുന്നത്, തമിഴ്നാട്ടിൽ തക്കല എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വരാം. കൊട്ടാരക്കര വരെ ആയല്ലോ. ഞാൻ അങ്ങനെ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ് കയറി അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അവർ CSI ബാക്ക്ഗ്രൗണ്ടാണ്. നമ്മളെ പോലെ ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിക്കുകയോ പ്രസംഗിക്കേണ്ട ഒന്നുമില്ല. ജസ്റ്റ് അവർ ഇരുന്നു. എന്നെ ആദ്യമായിട്ട് കാണുകയാണ്. അയ്യോ മോനെ എന്നൊക്കെ സംസാരിച്ചു, ചായ തന്നു. കുടിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ എന്റെ മനസ്സ് തുറന്നു പറഞ്ഞാൽ അവർ 2 കവർ എന്റെ കയ്യിലേക്ക് തന്നു. ഒരു കവർ തന്നിട്ട് പറഞ്ഞു, ഇതൊരു വണ്ടിക്കൂലിയായിട്ടിരിക്കട്ടെ. ഞാനൊന്നും മിണ്ടിയില്ല, ഞാനത് മേടിച്ചു. എന്നാൽ അടുത്തൊരു കവർ തന്നിട്ട് അവർ പറയുന്നു, മോനിപ്പോൾ ആവശ്യങ്ങളൊക്കെ ഇല്ലേ, ഇത് അതിനു വേണ്ടി ഉപയോഗിച്ചോ. സാധാരണ രണ്ടും കൂടി ഒരു കവറിനകത്ത് ഇട്ട് തന്നാൽ മതി, അത് നമ്മൾ നോർമലി. പക്ഷെ ഇത് 2ആയിട്ട് തന്നിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്റെ ഉള്ളിലൊരു എന്താ പറയാ വിങ്ങലൊക്കെ ഉണ്ട്. നമ്മുടെ ഉള്ളിലെ കർത്താവ് അറിയുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ ഇതിനേക്കാളും അത്ഭുതം, ഞാൻ പുറത്തിറങ്ങി ഒരു കവർ പൊട്ടിച്ചപ്പോൾ അതിനകത്ത് 1000 രൂപയാണ്. എന്നാൽ രണ്ടാമത്തെ കവർ പൊട്ടിക്കുമ്പോൾ അതിനകത്ത് 5000 രൂപയുടെ അന്ന് 1000 രൂപയുടെ നോട്ടാണ്. 1000 രൂപയുടെ 5 നോട്ടുകൾ. ഞാൻ ഇന്നും അത് നന്ദിയോടെ ഓർക്കുമ്പോൾ നമ്മുടെ ശ്വാസം പോലും അറിയുന്ന, അങ്ങനെ കറക്റ്റ് 35,000 രൂപ ഒരുക്കി തന്നത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഓരോ നിമിഷവും അദ്ദേഹം പഠിച്ചു പുറത്തിറങ്ങാൻ ദൈവമിടയാക്കി. അതിന്റെ ഇടയിൽ ഒത്തിരി സ്ട്രഗിളുകൾ. അദ്ദേഹം പിന്നത്തേതിൽ സാക്ഷ്യം പറയാൻ അവസരമുള്ളപ്പോൾ അദ്ദേഹം തന്നെ പറയും. അങ്ങനെ ഗുജറാത്ത് ഗവൺമെന്റില് ഹോസ്പിറ്റലിൽ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനായിട്ട് ജോലിക്ക് പ്രവേശിപ്പാൻ ദൈവം ഇടയാക്കി. അങ്ങനെ 2013 ഭാവനഗർ മെഡിക്കൽ കോളേജില് അദ്ദേഹം 2013-14 വർഷം കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്ന. എനിവേ ആ ടൈമിൽ ഭാവനഗർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ചെയ്തു. ക്ലാസ് 1 ഓഫീസറായിട്ട് ഒത്തിരി ലോകപ്രകാരം വർക്ക് ചെയ്യാനായിട്ട് ദൈവം തന്നെ ബലപ്പെടുത്തി. അപ്പോൾ തന്നെ സുവിശേഷ വേല ചെയ്യുവാനൊക്കെ ഒത്തിരി ദൈവം എന്നെ ബലപ്പെടുത്തി. എനിക്ക് ഭാഷ ഇന്നും എനിക്ക് ഹിന്ദി വശമില്ല. വൈഫാണ്. ഹിന്ദി ആണെങ്കിലും ഗുജറാത്തി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മറാഠി ആണെങ്കിലും ഇവൻ രാജസ്ഥാനി ആണെങ്കിലും പിന്നെ ഇവിടുത്തെ ഗുജറാത്തി വസാവ ആണെങ്കിലും അങ്ങനെ ഒരു മിഷണറിയുടെ മകളായതുകൊണ്ട് അതിന്റെ എല്ലാ ക്വാളിറ്റികളും ഉള്ളത് കൊണ്ട് എന്റെ ശുശ്രൂഷയിൽ അതെനിക്ക് ഒത്തിരി ബലമായിരുന്നു. അദ്ദേഹം ജോലി കഴിഞ്ഞ് വൈകുന്നിട്ടാണെങ്കിലും വൈകുന്നേരം ഭാവനഗറിലെ ഏകദേശം 10-35ഓളം വില്ലേജുകളിൽ ഞങ്ങൾക്ക് സൺഡേ സ്കൂളുകളായിട്ടും മറ്റു പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാൻ പല കാര്യങ്ങളും ഭാവനഗർ AG ചർച്ചിൽ അന്നുണ്ടായിരുന്ന പാസ്റ്റർ നഥനയിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് സ്വർഗത്തിൽ ദൈവം ഇടയാക്കി. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒത്തിരി പ്രവർത്തനങ്ങൾ അവിടെ ഞങ്ങൾക്ക് ആരംഭിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവാത്മാവിനോട് അവിടെ നിന്ന്
ബറോഡയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹത്തോടും പറഞ്ഞു, എന്നോടും പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ജോലി അവിടുത്തെ വിട്ടിട്ട് ബറോഡയിലേക്ക് വന്നു. ഇവിടെ ജോലിക്ക് വേണ്ടിയും പുറത്തേക്ക് പോകാം, മറ്റൊരു രാജ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബറോഡയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ 2016 ബറോഡയിലേക്ക് കടന്നു വന്നു. ബറോഡയിൽ IPC 10 IPC സഭയിലെ മെമ്പറായിട്ട് മെമ്പർഷിപ്പ് എടുക്കുകയും ഞങ്ങൾ അവിടെ ആരാധനയ്ക്ക് പൊയ്ക്കൊണ്ടത്. അപ്പോൾ തന്നെ എനിക്ക് മിക്കവാറും മീറ്റിങ്ങുകളായിരിക്കും കേരളത്തിലും പുറത്തും ഒക്കെ. അങ്ങനെ ഞാൻ മീറ്റിംഗ് ചെയ്യുന്നു, അദ്ദേഹം ഇവിടെ ജോലി ചെയ്തു. കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ സ്കൂളില് നഴ്സറിയിൽ എങ്ങനെ ചേർത്തു. 3.5 വയസ്സ് പ്രായമായപ്പോഴായിരുന്നു ഞങ്ങൾ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ ബറോഡയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ ബ്ലസ്സിയുടെ പിതാവിന് ഗുജറാത്തിലെ മിക്ക ജയിലുകളിലും എല്ലാ വർഷവും പല ഹോളിഡേ ടൈം, ഈ ദീപാവലി, ക്രിസ്മസ് സമയങ്ങളിലൊക്കെ ഇങ്ങനെ പല വിസിറ്റിംഗ് ചെയ്യുമായിരുന്നു. അങ്ങനെ 2017 ഗുജറാത്തിലെ മിക്കവാറും എല്ലാ ജയിലുകളിലും സന്ദർശിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്കുണ്ടായി. ആ സമയത്ത് വൈഫിന്റെ ചേച്ചി, ഹസ്ബൻഡ് എല്ലാം അവര് ബോംബെയിലാണ്. അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഗുജറാത്തിലെ പല ജയിലുകളിൽ വിസിറ്റ് ചെയ്തു. അന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഗണർ എന്നൊരു വണ്ടിയായിരുന്നു. ഞാൻ അന്ന് 2017 ഡിസംബർ 25 മുതൽ 20 മുതൽ മിനിസ്ട്രി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു 3 ദിവസം ഡൽഹിയിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുമ്പോൾ കർത്താവിന്റെ നോർത്ത് റീജിയണിൽ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന KG മത്തായി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ എന്ന IPCയുടെ നോർത്തേൺ റീജിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കോൾ മാർക്കറ്റ് IPC സഭയിൽ ശുശ്രൂഷിക്കാൻ ഞാൻ അവിടെ 2 ദിവസം 2017 ഡിസംബർ മാസം 28, 29 ദിവസം 30 3 ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി അവിടെ നിൽക്കുമ്പോൾ ഞാനിത് പറയുന്നത്, ഒരു ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നുണ്ട്, കോട്ട കാത്തുകൊള്ളണം, പ്രാർത്ഥിക്കുക, പക്ഷെ നീ തകർന്നു പോകത്തില്ല. 2 വ്യത്യസ്തമായ അടി നിന്റെ ജീവിതത്തിൽ വീഴും, പക്ഷെ നീ ഉടഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല, നിനക്ക് വേണ്ടി വലിയ കാത്തിരിപ്പുണ്ട്. ആ ദൈവദാസൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു വിട്ടു. അങ്ങനെ 30-ാം തീയതി ഡൽഹിയിൽ നിന്ന് തിരിച്ച് രാത്രിയിൽ 31 ഞായറാഴ്ച 2017 മെഹസാനയിൽ കടന്നു വന്നു. അന്ന് രാവിലെ ആരാധനയിൽ അന്ന് ജയിലിൽ വിസിറ്റ് ചെയ്തു. അന്ന് വൈകിട്ട് വാച്ച് നൈറ്റ് സർവീസിന് എന്നോട് പറഞ്ഞു, ജോയിയാണ്, ദൈവദാസനാണ്, ദൈവതരം ന്യൂ ഇയർ മെസ്സേജ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മെസ്സേജ് ചിന്തിക്കുമ്പോൾ 114-ാം സങ്കീർത്തനമാണ് എന്റെ മനസ്സിലേക്ക് ദൈവം തന്നത്. വായിക്കുമ്പോഴെല്ലാം യോർദാനും ചെങ്കടലും ഒക്കെയാണ്. അപ്പൊ ന്യൂ ഇയറിന് വായിക്കാൻ പറ്റിയ ഒരു യെശയ്യാ 58 അല്ല. യെശയ്യാ 58 നമ്മൾ ഉണ്ട്. ആവർത്തനത്തിലെ ചില നമുക്ക് പ്രോമിസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അനുഗ്രഹിച്ച് പറയാവുന്ന വാക്യങ്ങളൊന്നും അല്ലല്ലോപ്പാ എന്നിങ്ങനെ ചിന്തിച്ചെങ്കിൽ അത് തന്നെ എന്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ പൊതുവിൽ 114-ാം സങ്കീർത്തനം ഞാൻ വായിച്ചു. അതിനകത്തൊരു വാക്യം ഇങ്ങനെയുണ്ട്, യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്താ, ചെങ്കടലെ നീ പേടിച്ചോടുന്നത് എന്താ. ഈ ഒരു വാക്ക് എന്നെ വല്ലാതെ ഞാൻ അവിടെ ഒരു വേർഡ് പറഞ്ഞു, 2018 യോർദാൻ പിൻവാറുന്ന ഒരു വർഷമായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന. പക്ഷെ അതെല്ലാം ഞാൻ എന്നോട് തന്നെ പറയുന്നതായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. നമ്മുടെ ജീവിതത്തിൽ ചെങ്കടലും യോർദാനും വന്നാലും അതെല്ലാം പിന്മാറുന്ന ഒരു വർഷമായി 2018 മാറും എന്ന് പറഞ്ഞ് ചെറിയൊരു ഷോർട്ട് മെസ്സേജ് ഞാൻ കൊടുത്തു. 2018 ജനുവരി മാസം 1-ാം തീയതി തിങ്കളാഴ്ച ഏകദേശം 10 മണി കഴിയുമ്പോൾ മെഹസാനയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത 9 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഡ്രൈവ് ചെയ്യുന്നു, വൈഫ് തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. 1.5 ആഴ്ചയോളം മിനിസ്ട്രിയിലായിരുന്നത് കൊണ്ടുള്ള അവരുടെ ഡ്രസ്സും മാത്രമല്ല അവരുടെ വീട്ടിൽ നിന്നുള്ളതായ, ഇവിടെ നോർത്ത് ഇന്ത്യയിലേക്ക് ഇത് പറയുമ്പോൾ അറിയാൻ പറ്റും, ഗോതമ്പ് പൊടി ഒരു പ്രത്യേക ടിന്നിലാക്കി പുറകിൽ 2 സീറ്റിന്റെ ഇടയിൽ വെച്ച് അവര് 1.5 ആഴ്ചത്തെ ഡ്രസ്സ് എല്ലാം ഇടയിൽ ഇറക്കി വെച്ച് ബെഡ്ഷീറ്റ് വിരിച്ച് കളിപ്പാട്ടമൊക്കെ ആയിട്ട് 3.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ഞാൻ പുറകിൽ ഇരുത്തി. അവള് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അഹമ്മദാബാദിൽ നിന്ന് എക്സ്പ്രസ് ഹൈവേയിലേക്ക് പ്രവേശിച്ചു. അവിടുന്ന് ഞങ്ങളുടെ ബറോഡയിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ പുറകിൽ വെച്ചാണ് ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത്, ആനന്ദ് അടുത്ത് വെച്ചിട്ട് ഞാൻ അല്പമല്ലാത്ത സ്പീഡുണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യയില് അല്ലെങ്കിൽ ഹൈവേയിലൂടെ പോകുമ്പോൾ 110 കിലോമീറ്റർ സ്പീഡ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് എന്റെ ഫ്രണ്ട് ടയർ ബ്ലാസ്റ്റ് ആയി, വണ്ടി മറിഞ്ഞു. അവിടെ മുതൽ ദൈവത്തിന്റെ കരുതലുകൾ കാണാൻ തുടങ്ങി. ആമേൻ. ഞാൻ എന്റെ സാക്ഷ്യത്തിന്റെ ഈ ഭാഗത്ത് നിന്നൊരു ചിലരോടുള്ള ഹൃദയത്തിലേക്ക് ഒരു ആശയം ഞാൻ കൈമാറാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി അനുവദിക്കുന്നെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത അനുവദിക്കുന്നെങ്കിൽ അതിനകത്തൊരു കരുതൽ ഒരുക്കി വെക്കും. ഒരു കരുതൽ ഒരുക്കി വെക്കാതെ ഒരിക്കലും
ഒരു പ്രതിസന്ധിയെ തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ അനുവദിക്കത്തില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്റെ ജീവിതത്തിലും ആ ഒരു പ്രതിസന്ധി ദൈവം അനുവദിക്കുമ്പോൾ അതിനകത്ത് കരുതലുകളെല്ലാം ഒരുക്കി വെച്ച് അക്കമിട്ട് പറയാൻ ഒരുപാടുണ്ട്. എക്സ്പ്രസ് ഹൈവേ ആണ്, അഹമ്മദാബാദ് പൂനെക്ക് പോകുന്ന എക്സ്പ്രസ് ഹൈവേയിൽ വാഹനങ്ങൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ എന്റെ കൂടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ അത് നന്നായിട്ട്, ഡാനിയൽ പാസ്റ്റർക്ക് അതറിയാം, നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് വാഹനങ്ങളുടെ ഒഴുക്ക് അറിയാൻ പറ്റും. കേരളത്തിൽ നിന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഒരു പക്ഷെ അത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരു എക്സിറ്റ് കഴിഞ്ഞാൽ അടുത്ത എക്സിറ്റ് 40 കിലോമീറ്റർ 50 കിലോമീറ്റർ കഴിയും. ഇപ്പൊ ആനന്ദ് എന്ന് പറയുന്ന എക്സിറ്റ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ബറോഡ എക്സിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു എക്സിറ്റ്, ഈ ആനന്ദ് എന്ന് പറയുന്ന എക്സിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു ഈ അപകടം സംഭവിച്ചിരുന്നതെങ്കിൽ 30-35 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് വേണം ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ. പക്ഷേ ഇത് സംഭവിച്ചത് ആനന്ദ് എക്സ്പ്രസ് ആനന്ദിലേക്ക് തിരിയുന്ന ആ എക്സിറ്റിനും 400-300 മീറ്റർ പുറകിൽ വെച്ചിട്ടാണ് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പെട്ടെന്ന് ആംബുലൻസിൽ നിന്ന് പെട്ടെന്ന് ആനന്ദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. അതൊന്നാമത്തെ മിറക്കൽ. 2, ഈ ആക്സിഡന്റ് പറ്റിയിട്ട് ഈ വണ്ടി ചെന്ന് മറ്റൊരു വണ്ടിയിൽ ഇടിക്കുകയോ മറ്റൊരു വണ്ടി വന്ന് ഇതിലിടിക്കുകയോ ചെയ്തില്ല എന്നത് അടുത്ത അത്ഭുതം. എങ്ങനെയാന്ന് ഇന്നും എനിക്കറിയത്തില്ല. 3, 4 വർഷം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തന്നത്. കാരണം ഒരു 3.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് പുറകിലുണ്ട്. വാഹനം തകർന്നു പോയിട്ടും ആ കുഞ്ഞിനൊരു പോറല് പോലുമില്ലാതെ ദൈവം സൂക്ഷിച്ചു എന്നത് അടുത്ത അത്ഭുതം. ഇതൊന്നും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. ഇതെങ്ങനെ ഉത്തരം എനിക്കറിയത്തില്ല. അടുത്ത അത്ഭുതം, ഞാനും എന്റെ വൈഫും അൺകോൺഷ്യസ് ആയി ആരൊക്കെ വന്ന് ഡോറൊക്കെ കുത്തിപ്പൊട്ടിച്ച് ഞങ്ങളെടുത്ത് ഡിവൈഡറിൽ കിടത്തുമ്പോൾ അൺകോൺഷ്യസ് ആയ ഞാൻ എന്റെ ഫോണിന്റെ ലോക്ക് തുറന്നു എന്ന് പറയപ്പെടുന്നു. ഇന്നും എനിക്കറിയത്തില്ല. പൊട്ടിപ്പോയ ഫോണാണ്. ആക്സിഡന്റിൽ സ്റ്റിയറിംഗിൽ അങ്ങോട്ടോ ഇടിച്ച് എന്റെ ഗ്ലാസ് പൊട്ടി. അതിന്റെ ലോക്ക് തുറക്കുക മാത്രമല്ല, എന്റെ വൈഫിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് സാജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ സാജൻ എന്ന അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നു. ആംബുലൻസുകാർ പിന്നെ അവരോട് സംസാരിക്കുന്നു. ബെസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. ഞാൻ പിറ്റേ ദിവസം ബോധമൊക്കെ വീണപ്പോൾ നിങ്ങൾ ഇതെങ്ങനെ കാര്യം അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ജോയിയുടെ ഫോണിൽ നിന്നല്ലേ വിളിച്ചത്. പൈസ മേടിക്കാൻ വന്ന ആംബുലൻസുകാരൻ പറയുന്നു, സാബല്ലേ ഡയൽ ചെയ്തത്, ഇന്ന് ഡയൽ ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനാണത് ചെയ്തത് എന്ന് എനിക്ക് ഓർമ്മ വന്നത്. അത് ഇന്നും എനിക്കറിയത്തില്ല. അതിനുശേഷം ആ ഫോൺ ഞങ്ങൾ ഉപയോഗിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അമേൻ ബൈ അമേൻ. എനിവേ, ആ വണ്ടി അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല, മുഴുവൻ തകർന്നു. അടുത്ത അത്ഭുതം, ഈ ആക്സിഡന്റ് സ്പോട്ടിൽ നിന്ന് 9 കിലോമീറ്റർ ആണ് ഗുജറാത്തിലെ സൈഡസ് എന്ന് പറയുന്ന ഫേമസ് ഹോസ്പിറ്റൽ. ആനന്ദ് സൈഡസ് ഹോസ്പിറ്റലിനും ഈ ഹൈവേക്ക് ഇടയ്ക്ക് 9-10 കിലോമീറ്ററിനിടയിൽ അത്ര വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടിടയായി. സൈഡസ് ഹോസ്പിറ്റലിൽ നിന്നും 2 കിലോമീറ്റർ അപ്പുറത്താണ് ഇന്ത്യ പെന്റക്കോസ്റ്റ് ദൈവസഭ ഗുജറാത്ത് പാസ്റ്റർ PA ജോർജ് പ്രസിഡന്റിന്റെ ചർച്ച് ഉള്ളത്. ആ ചർച്ചിലുള്ള പല സഹോദരങ്ങളും നേഴ്സായിട്ടും ക്ലിനിക്കലായിട്ടും നോൺ ക്ലിനിക്കൽ സ്റ്റാഫായിട്ടും ഈ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുക. ഒരു വശത്ത് ഇതെല്ലാം കരുതി വെച്ചിട്ടാണ് ആ സ്ഥലത്ത് വെച്ചൊരു പ്രതിസന്ധി ദൈവം അനുവദിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ ആ ഹൈവേക്ക് അടുത്ത് സൈഡസ് ഹോസ്പിറ്റൽ 2 കിലോമീറ്റർ അപ്പുറത്ത് ഈ IPCയുടെ ചർച്ചിൽ നിന്നുള്ള പല സഹോദരിമാർ ഇവിടെയാണ് നേഴ്സുമാർ. പക്ഷെ ആക്സിഡന്റ് സംഭവിച്ചു. ഞങ്ങളെ അവിടെ കൊണ്ടുചെല്ലുമ്പോൾ ഞങ്ങൾ മലയാളികളാണെന്നോ ഞങ്ങള് പെന്തിക്കോസ് ആണെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷേ അവിടെ ഉള്ള അടുത്ത അത്ഭുതങ്ങൾ നിരവധിയാണ്. ഞങ്ങൾ അവിടേക്ക് കൊണ്ടുചെല്ലുമ്പോൾ ജനുവരി 1 ആണ് സാധാരണ ഡോക്ടേഴ്സ് എല്ലാം അവധിയായിരിക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഒക്കെ അവധിയായിരിക്കും. ഞങ്ങളെ കൊണ്ടുചെല്ലുമ്പോൾ 3 ഡോക്ടേഴ്സ് വാതിൽക്കൽ നിൽക്കുക. ന്യൂറോ സർജൻ, ജനറൽ സർജൻ, ഓർത്തോ. 3 ഡോക്ടേഴ്സ് ന്യൂ ഇയർ ഫംഗ്ഷന് പോകാൻ അവർ ഉച്ചവരെ വെയിറ്റ് ചെയ്തു. ഞങ്ങളൊരു ഏകദേശം 1 മണിയോളം ആയല്ലോ. അവിടെ കൊണ്ടുചെല്ലുമ്പോൾ അവർ 3 പേര് നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ആംബുലൻസ് കൊണ്ടുചെല്ലുന്നത്. ഡോക്ടേഴ്സ് പിന്നീട് എന്നോട്, ഞാനും എൻ്റെ വൈഫിന്റെ ബ്രദറും ഇരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. യു ആർ എ ലക്കി പീപ്പിൾ. ഞങ്ങൾ 3 പേരും ഒരു പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. കാരണം ഒരു പേഷ്യന്റ് വരുമ്പോൾ ഒരാൾ ഒന്നുകിൽ OPD-യിലായിരിക്കും, അല്ലെങ്കിൽ റൗണ്ടിലായിരിക്കും, അല്ലെങ്കിൽ വിളിച്ചു വരുത്തി ഏകദേശം 1 മണിക്കൂറെങ്കിലും കഴിയണം എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഡോക്ടേഴ്സും ഒരുമിച്ച് വരാൻ. പക്ഷെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ 3 പേരും നിൽക്കുമ്പോൾ ഇത്രയും ഞങ്ങളെ 3 പേർക്കും വേണ്ടുന്നതായ ഒരു പേഷ്യന്റിനെ കിട്ടുന്നത്. അങ്ങനെ അവരെ പോലും കരുതി നിർത്തിയിട്ടാണ് ഞങ്ങളുടെ ആംബുലൻസ് കൊണ്ടുചെല്ലുന്നത്. അടുത്ത അത്ഭുതം, എനിക്ക് കഴുത്തിനും കാലിനും അല്പമല്ല
പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ വൈഫിന്റെ കണ്ടീഷൻ, ഞാൻ അൺകോൺഷ്യസ് ആണ്, ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞതി ഭയങ്കരമായി നിലവിളിക്കുന്നു. അവിടെയൊക്കെ ദൈവത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ദൈവത്തിന്റെ കരുതലുകൾ പറഞ്ഞാൽ വൈഫിന്റെ കണ്ടീഷൻ വല്ലാത്ത മോശമാണ്. അപ്പോൾ തന്നെ ആംബുലൻസുകാര് എന്റെ വൈഫിന്റെ വീട്ടുകാർ മെസാനയിലാണ്. മെസാനയിൽ നിന്ന് ഇവിടെ വരാൻ ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കും, 4-5 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ആനന്ദില് ഇന്നടത്താണ് എന്ന് പറയുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു പെൺകുട്ടിയുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്, അവരെ ഞങ്ങൾക്ക് നോക്കാൻ കഴിയില്ല, അദ്ദേഹത്തെ നോക്കണമെങ്കിൽ ആരെങ്കിലും ഒപ്പിട്ട് തരണം, ഒപ്പിട്ട് തരാതെ പുള്ളിക്കാരിയെ ഞങ്ങൾ ചികിത്സിക്കില്ല എന്ന് ഡോക്ടേഴ്സ് പറയുമ്പോ എന്റെ വൈഫിന്റെ വീട്ടുകാര് ഒത്തിരി പേരെ വിളിക്കുന്നു. വിളിച്ച് എന്റെ വൈഫിന്റെ ബ്രദറിന്റെ, എന്റെ ബ്രദറിൻലോയുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു സഹോദരി ഇവിടെ PhD എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സഹോദരിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. രേഷ്മ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഞങ്ങൾ അതിന് ശേഷവും കണ്ടിട്ടില്ല, അതിന് മുൻപും കണ്ടിട്ടില്ല. ആ സഹോദരി ഇതറിഞ്ഞപ്പോൾ പറഞ്ഞു, അതിനെന്താ ഞാൻ പോയി ഒപ്പിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ പെട്ടെന്ന് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് വന്ന് എല്ലാ പേപ്പറുകളും സൈൻ ചെയ്തു. ഇവിടെയാണ് ദൈവത്തിന്റെ ഒരു മിറക്കിൾ ഞാൻ പറയുന്നത്. 3.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് ആരുമില്ലാതെ അതിഭയാനകമായി നിലവിളിക്കുന്നു. ഞാനും എന്റെ വൈഫും അൺകോൺഷ്യസ് ആണ്. പക്ഷെ ഈ വന്ന രേഷ്മ എന്ന് പറയുന്ന കുട്ടി, എന്റെ വൈഫ് പോലുള്ള പൊക്കമുള്ളൊരു കുട്ടി. രണ്ടാമത് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം, ബ്ലസ്സി ഉപയോഗിക്കുന്ന സെയിം ഫ്രെയിമുള്ള കണ്ണാടിയാണ് രേഷ്മ ഉപയോഗിച്ചത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്റെ വൈഫിന്റെ വെച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയുടെ സെയിം ഫ്രെയിം ഉള്ള, ആരാന്നറിയത്തില്ല, രാജസ്ഥാൻ സ്വദേശിയായ രേഷ്മ എന്ന് പറയുന്ന കുട്ടി ഇവിടെ PhD എടുക്കാൻ ആനന്ദിൽ വന്ന് നിൽക്കുന്ന സമയം ഞങ്ങൾ ചെല്ലുന്നു. ആക്സിഡന്റ് പറ്റുന്നു. ആരോ വിളിച്ചു പറഞ്ഞു ഒപ്പിടാവോ, ഞാൻ ചെല്ലാം എന്ന് പറഞ്ഞു വരുന്ന കുട്ടി ഉപയോഗിക്കുന്ന കണ്ണാടി നമ്മൾ ഉപയോഗിച്ച, വൈഫ് ഉപയോഗിച്ച കണ്ണാടി ആയതുകൊണ്ട് ഒപ്പിട്ടിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിന്റെ അടുക്കലേക്ക് ആ സഹോദരി കൈ നീട്ടിയപ്പോ ആ 3.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് ആ രേഷ്മയുടെ അടുക്കലേക്ക് ചിരിച്ചുകൊണ്ട് ഓടിക്കയറുന്നു. അദ്ദേഹം ആ പെൺകുട്ടി കൊണ്ടുവന്ന വണ്ടിയിൽ മുഴുവൻ ആ കുഞ്ഞിനെ ഇരുത്തി. ചുരുക്കി പറഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുന്നിടം വരെ എല്ലാ ദിവസവും ആ പെൺകുട്ടി ഉച്ചയ്ക്ക് ശേഷം വന്ന് ഷാരോണെ എടുത്ത് അവിടെ എല്ലാം കൊണ്ടുപോയി ഐസ്ക്രീം ഒക്കെ കൊടുത്തിട്ട് കൊണ്ടുവരും. ഡിസ്ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം മാത്രമേ ആ രേഷ്മയെ കണ്ടിട്ടുള്ളൂ. പിന്നെ രാജസ്ഥാനിലേക്ക് പഠിത്തം കഴിഞ്ഞു പോയി. ഞാൻ പറയുന്നത് അവിടെയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു എന്നുള്ളതിന്റെ ആ ആഴമായ ദൈവത്തിന്റെ കരുതൽ ഓർക്കുമ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ ദൈവം ബലപ്പെടുത്തുക. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവളെ പരിശോധിച്ചു. ബ്രെയിനിൽ 5 പൊട്ടലുകൾ ഉണ്ടായിരുന്നു. സ്പൈനൽ കോഡിന് 8 ക്രാക്കുകൾ ഉണ്ടായിരുന്നു. 14 വാരിയല്ലുകൾ ഒടിഞ്ഞുപോയി. മാത്രമല്ല 2 ലങ്സിനകത്തും വാരിയല് ഒടിഞ്ഞിട്ട, ലങ്സിനകത്ത് ഈ റിബ്സ് ഇടിച്ചു കയറി 2 ലങ്സും കൊളാപ്സ് ആയി, ബ്ലഡ് ലങ്സിനകത്ത് കയറി. അവിടെ നിന്ന് ഇൻഡസ്ട്രി മുഴുവൻ ഡാമേജ് ആയി വെന്റിലേറ്ററിലേക്ക് മാറ്റപ്പെട്ടു. വെന്റിലേറ്ററിലേക്ക് മാറ്റി. നോ ഹോപ്പ് എന്ന് തന്നെ ഡോക്ടേഴ്സ് വിധിയെഴുത്ത് നടത്തി. ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്ന പ്രത്യേകിച്ച് സഭ ഉൾപ്പെടെ എല്ലാവരും, ലോകം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലോകം മുഴുവൻ ശക്തമായി പ്രാർത്ഥിച്ചു. മരിച്ചു എന്ന് തന്നെയാണ് ഡോക്ടേഴ്സ് വിധിയെഴുത്ത് നടത്തിയത്. ചുരുക്കി പറഞ്ഞാൽ എന്നോടൊപ്പം അന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരി, ഒരു നേഴ്സ്, പിന്നീട് സൗഖ്യമൊക്കെ ആയി, സുഖമൊക്കെ ആയതിനു ശേഷം ഞങ്ങളോട് പറഞ്ഞ ഒരു അനുഭവം സന്ദർഭവശാൽ ഞാൻ ഓർപ്പിക്കാം. അന്ന് ആ സഹോദരി ഇദ്ദേഹത്തെ MRI എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ചെവിയിൽ നിന്നോ മൂക്കിൽ നിന്നോ ക്ലോട്ടായിട്ട് ബ്ലഡ് വരുന്നു. നേഴ്സായി സഹോദരി പറഞ്ഞു, പാസ്റ്റർ, അങ്ങനെ ഒരു ക്ലോട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ ഞങ്ങൾ കണ്ടാൽ, ഏതൊരു ടൈപ്പ് ഓഫ് ക്ലോട്ട്, അവർ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം മണിക്കൂറുകൾക്കകത്ത് മരിക്കും. അങ്ങനെ മരിക്കും എന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന സഭയിൽ വെച്ചിട്ടുണ്ട്. ബ്ലസ്സിയുടെ വിടുതലിന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്നുണ്ട്. വിടിവിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പാസ്റ്റർ പറയുന്നുണ്ട്. എന്നോട് ആ സഹോദരി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചില്ല, ബ്ലസ്സിയുടെ വിടുതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല. കാരണം വിടുതൽ നടക്കില്ല. കാരണം ഞാൻ കണ്ടിട്ട് വന്നത് ക്ലോട്ട് ഇങ്ങനെ വന്നു, ഈ മണിക്കൂറുകൾക്കകത്ത് മരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ബ്ലസ്സി വിടുതലിന് വേണ്ടി അല്ല ഞാൻ പ്രാർത്ഥിച്ചത്. പാസ്റ്ററെയും കുഞ്ഞിനെയും സൂക്ഷിക്കണേ, പാസ്റ്റർ ഇത് തരണം ചെയ്യാൻ ബലപ്പെടുത്തണേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഒരിക്കലും ബ്ലസ്സിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ആ സഹോദരി അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞത് അതുപോലുള്ളൊരു അവസ്ഥയാണ്. പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് ബോധം വന്നു. എനിക്ക് ബോധം വന്നെങ്കിലും
ഫുൾ സിംഗിലേറ്റ് ഇതെന്തോ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ സംഭവിച്ചു എന്നറിയാം, പക്ഷേ ഇതെന്താണെന്നോ ഇത് ആക്സിഡന്റ് എന്തോ സംഭവിച്ചു എന്നറിയാം. വൈഫ് ഇത്രയും ക്രിട്ടിക്കൽ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ മൈൻഡ് ഒന്ന് ഓഫ് ആണെന്ന് പറയുന്നത് പോലെ എന്നോട് ഒത്തിരി ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല. ഞാൻ 3rd ഫ്ലോറിലാണ്, പ്രിയപ്പെട്ടവൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് സൈഡസില്. പിറ്റേ ദിവസം ഡോക്ടർ വരുമ്പോഴൊക്കെ ഞാനിങ്ങനെ കുഴഞ്ഞ് കഴുത്തിലൊക്കെ കെട്ടുണ്ട്, കാലിന് കെട്ടുണ്ട്, ട്രിപ്പൊക്കെ കയറ്റി എന്റെ ഡോക്ടർ വരുമ്പോൾ എല്ലാ ദിവസവും 10 മണി കഴിയുമ്പോഴാണ് റൗണ്ടിന് വരുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും വാട്ട് അബൌട്ട് മൈ വൈഫ്, എന്റെ വൈഫിന് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അദ്ദേഹം എന്റെ തോളെ തട്ടിയിട്ട് പറയും ആപ് ചിന്താ മത് കരോ, നീ ചിന്തിക്കണ്ട, നീ ടേക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോകും. എന്റെ വീട്ടുകാർ ഇവരോടൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, ഇപ്പൊ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ചുള്ള എനിക്ക് ഡെപ്ത് ആയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ജനുവരി മാസം 5-ാം തീയതി വെള്ളിയാഴ്ച 2018 ജനുവരി മാസം 5-ാം തീയതി വെള്ളിയാഴ്ചയാണ് എന്റെ ജീവിതത്തെ തിരിച്ചു മറിച്ച ഒരു ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ആ ഒരു ജനുവരി മാസം 5-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ആ ഒരു വെള്ളിയാഴ്ച ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് ഞാൻ ഇങ്ങനെ കാണില്ലായിരുന്നു എന്ന് എനിക്കറിയാം. 2018 ജനുവരി മാസം 5-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മണി കഴിയുമ്പോൾ എല്ലാ ദിവസത്തെ പോലെ ഡോക്ടേഴ്സ് റൗണ്ടിന് വരുന്നു. ഈ 5 ദിവസം കൊണ്ട് എനിക്ക് ട്രിപ്പ് കയറ്റുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും പലതും ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്. പുല്ലൊക്കെ ഇങ്ങനെ നമ്മുടെ ദേഹത്ത് തട്ടിയതും എന്തോ ഇങ്ങനെ മറിഞ്ഞതും ഒക്കെ ചില കുടുക്കങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ പക്ഷെ ഫുൾ സിംഗിലേക്ക് എന്റെ ബ്രെയിൻ വർക്ക് ആയിട്ടില്ല. 5-ാം തീയതി വെള്ളിയാഴ്ച ഡോക്ടർ വരുമ്പോൾ ഞാൻ എല്ലാ ദിവസത്തെ പോലെ ചോദിച്ചു മേരെ ബീബി കൈസ, എന്റെ വൈഫിന് എങ്ങനെയുണ്ട്. അപ്പോ അദ്ദേഹം എന്റെ തോളെ തട്ടിയിട്ട് പറയാ നീ എന്തിനാ ടെൻഷൻ എടുക്കണ്ട എന്ന് അദ്ദേഹം ഹിന്ദിയിൽ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ എഴുതി എന്റെ പരിശോധിച്ചു, ട്രിപ്പ് മാറ്റി പുതിയ ട്രിപ്പ് ഇട്ടു. എന്നിട്ട് അദ്ദേഹം എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്നിങ്ങനെ ആ ഫയലില്, നഴ്സിന്റെ കയ്യിലിരുന്ന ഫയലിനകത്ത് എഴുതിയിട്ട് അദ്ദേഹം തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചു. അദ്ദേഹത്തിന്റെ കൈക്ക് മുറുക്കി പിടിച്ചത് കണ്ടതുകൊണ്ടാകാം അദ്ദേഹം തിരിഞ്ഞു നിന്നു. എന്റെ അടുക്കലോട്ട് തിരിയുമ്പോൾ ഞാൻ ചോദിച്ചു പ്ലീസ് ടെൽ മി വാട്ട് അബൌട്ട് മൈ വൈഫ്, എന്നോട് പറ എന്ന് പറയുമ്പോൾ അദ്ദേഹം പതുക്കെ വന്ന് എന്റെ ബെഡിലേക്ക് ഇരുന്നു. എന്റെ ബെഡിലേക്ക് ഇരുന്നിട്ട് എന്നോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു 50-50 വി കാൻ സേ എനിത്തിങ് ബാക്കി സപ്പർ ഉപ്പർവാല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണി അടിച്ചതുപോലെ എന്റെ ഉള്ളിലേക്ക് കയറി. ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയത്തില്ല, ബാക്കിയെല്ലാം മുകളിലുള്ളവൻ. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ജസ്റ്റ് ഇഗ്നോർ ഹർ, അവളെ നീ വിട്ടേക്കുക എന്ന് പറഞ്ഞു. ജസ്റ്റ് ഇഗ്നോർ ഹർ. നിനക്കൊരു ബേട്ടിയെ ദൈവം തന്നിട്ടില്ല, ഒരു ഏഞ്ചൽ നിന്റെ കൂടെ ഇല്ലേ. ഷാരോണെ കുറിച്ചാ പറയുന്നത്. നിനക്കൊരു ബേട്ടിയില്ലേ, ആ ഒരു ഏഞ്ചലിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, നീ അവളെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അവൾ ബാക്കിയുള്ള എല്ലാം നീ വിട്ടേക്കുക. ജസ്റ്റ് ഇഗ്നോർ ഹർ ബ്ലസ്സി, ജസ്റ്റ് ഇഗ്നോർ ബ്ലസ്സി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു 5-10 മിനിറ്റോളം എന്റെ അടുക്കലിരുന്ന് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് തടവി. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് അദ്ദേഹം അങ്ങ് പോയി. ഞാനിങ്ങനെ കിടക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസത്തെ പോലെ ബ്ലസ്സിയുടെ സിസ്റ്റർ എന്നെ കാണാൻ വന്നു. ലിസി ചേച്ചി ബോംബെയിലാണ് അവർ താമസിക്കുന്നത്. എന്റെ അടുക്കൽ വന്ന് എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചു. നീയും കൂടി ക്ഷീണിച്ചു പോകരുത്, നീയും കൂടി തകർന്നു പോയാൽ ഞങ്ങളും തകർന്നു പോകും, നീ ബലത്തോടെ നിൽക്കണം. നീ പപ്പ ഇത്രയും മിനിസ്റ്റർ ചെയ്ത് ഒത്തിരി ടയർഡ്, ശാരീരികമായിട്ടൊക്കെ ഒത്തിരി ഹാർട്ടിനൊക്കെ ഒത്തിരി പ്രോബ്ലം ഉണ്ട്. നീ ജോയി ഡൗൺ ആയി പോയാൽ പപ്പയും കൂടി ഡൗൺ ആയി പോയി. അങ്ങനെ എന്നെ ഒത്തിരി ഒരു സഹോദരി എന്നുള്ള നിലയിൽ എന്നെ ഒത്തിരി ബലപ്പെടുത്തി സഹോദരി ചേച്ചി അങ്ങ് പോയി. ഞാൻ ട്രിപ്പ് കയറ്റി ഇങ്ങനെ ബെഡിൽ കിടക്കുന്നു. ഏകദേശം ഒരു 11 മണിയോടടുത്തു. ആ സമയത്ത് ഞാനിങ്ങനെ ട്രിപ്പ് കയറി പെട്ടെന്ന് ഒരു ചിന്ത എന്റെ ഉള്ളിലേക്ക് കയറി, ബ്ലസ്സി മരിക്കും എന്നൊരു ചിന്ത. ഞാൻ വേറെ അതിനെ എന്തെല്ലാം കൊണ്ട് ഓവർകം ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പ്രാർത്ഥിച്ചു നോക്കി, ചിന്തകൾ മറ്റ് ചിന്തകളിൽ കൊണ്ടുവരാൻ നോക്കി, പക്ഷേ ബ്ലസ്സി മരിക്കും. എന്റെ ഫിംഗർ ടിപ്പ് വരെ ആ ഒരു തോട്ട് മാത്രമേ ഉള്ളൂ, ബ്ലസ്സി മരിക്കും. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഭവനത്തില് വിശ്വാസത്തിലല്ലാത്ത പലരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ബറോഡയിൽ വെച്ച് തന്നെ ശവോടൊക്കെ നടത്തണമല്ലോ. ഞാൻ പെട്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങി, ഏതൊക്കെ ദൈവദാസന്മാരെ വിളിക്കണം, എങ്ങനെ അത് നടത്തണം, എന്തൊക്കെ ചെയ്യണം എന്ന്. ഒരു ഫ്യൂണറൽ സർവീസ്, പ്രത്യേകിച്ച് മറ്റുള്ള പലരും ഇപ്പോൾ ഫ്യൂണറൽ സർവീസ് എന്ന് പറഞ്ഞ് വലിച്ചു നീട്ടുന്നത് പോലെ നീട്ടാൻ പാടില്ല, അടുക്കും ചിട്ടയോടും കൂടി ചെയ്യണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തു. ഞാനൊരു ഫ്യൂണറൽ സർവീസ് എന്റെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടാ നന്നായിട്ട് തന്നെ അവളെ യാത്ര അയക്കണം. മാത്രമല്ല അവൾ ഇവിടെ ജനിച്ചു വളർന്നത് കൊണ്ട് നോർത്തിൽ മലയാള പാട്ടുകളൊന്നും ഒത്തിരി അറിയത്തില്ല. സാധാരണ എന്തൊക്കെ ഇപ്പോൾ മലയാളം ഇങ്ങനെ ഒത്തിരി നന്നായിട്ട് അറിയാം. പക്ഷെ ആദ്യ സമയങ്ങളിലൊക്കെ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ സമയത്തൊക്കെ അവര് പ്രത്യേകിച്ച് പപ്പ നോർത്ത് ഇന്ത്യയിൽ ഗുജറാത്തികളുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നത് കൊണ്ട് രാജസ്ഥാന്റെ ബോർഡറിൽ അത്രയും ആദിവാസികളുടെ ഇടയിലേക്ക് കടന്നു പോകുന്നുണ്ട്. അവർ മിക്കവാറും വീട്ടിൽ ഹിന്ദിയോ ഒക്കെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മലയാളം അങ്ങനെ റയർ ആയിരുന്നു വീട്ടില്. അദ്ദേഹത്തിന് അറിയാവുന്ന ഒറ്റ പാട്ട് ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആ മുറിഞ്ഞ മലയാളത്തിൽ കല്യാണ സമയത്തൊക്കെ പാടുന്നത്
അത് എന്റെ മനസ്സിൽ ഭയങ്കര ഒരു ചിരിയൊക്കെയാണ് ആ സമയം. അതിനകത്തൊരു സ്റ്റാൻസയാണല്ലോ, കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അത് താൻ ഇങ്ങനെ ആ കണ്ണുനീരെന്നൊക്കെയുള്ള വേർഡുകളൊന്നും ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു ആ സമയങ്ങളിൽ. ഇപ്പൊ ക്ലാരിറ്റിയോടെ പാടാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു 4 വരി എനിക്ക് പാടി അവളെ യാത്രയാക്കണം. ഇങ്ങനെ ഫുൾ പ്രോഗ്രാം ഞാൻ സെറ്റ് ചെയ്തു. പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് അടുത്ത ചിന്ത വന്നു, പ്ലസ് ഷാരോട് എന്ത് ചെയ്യണം. അപ്പോഴും റാസൽ ഖൈമയില് ഗൾഫിൽ എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലി ഉണ്ട്, എനിക്കറിയാം. അവരോട് പറയണം, എങ്ങനെയും ഒരു വിസ എടുത്തു തരാൻ പറയണം, അവിടെ ചെല്ലണം, എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം, കുഞ്ഞിനെ വളർത്തണം. അവിടെ ഒരു പെറുപെറുപ്പൊന്നുമില്ല. ഇതൊക്കെ പറയുമ്പോഴും ദൈവത്തോട് പെറുപെറുപ്പോ നിരാശയോ, ഒരു നിരാശ എന്റെ മനസ്സിലില്ല, ഒരു ടെൻഷൻ ഇല്ല. സത്യത്തിൽ ഒരു ടെൻഷൻ ഇല്ല. ഇത് കേൾക്കുമ്പോൾ ഇത് ചുമ്മാ പറയുന്നതായിട്ട് തോന്നാം ഒരു പക്ഷെ അങ്ങനെയല്ല. ഒരു 1% പോലും ഒരു ടെൻഷൻ ഇല്ല. നമ്മളൊരു പ്രോബ്ലത്തിൽ വന്നു, എങ്ങനെ ഇത് സോൾവ് ചെയ്യാം, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾ മരിച്ചു, കർത്താവേ കുടുംബജീവിതം തന്നല്ലോ എന്ന് പറഞ്ഞ് അവളെ ദൈവവരങ്ങൾ ഏൽപ്പിച്ചു. കുഞ്ഞിനെ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പൊ എന്നിട്ട് ഞാൻ ദൈവത്തോട് പറയാം, കർത്താവേ, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ചെയ്യുന്ന പോലെ അങ്ങ് കണ്ടിന്യൂസ് മിനിസ്ട്രി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, എങ്കിലും സമയം കിട്ടുന്ന പോലെ കുഞ്ഞിനെ വളർത്തി ദൈവവേല ചെയ്യാം എന്ന് ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥനയല്ല ഇത്. ഞാനിതിങ്ങനെ കർത്താവെ വിടിവിക്കണം അങ്ങനൊന്നുമല്ല. നമ്മളത് ചിന്തിച്ചുക. അപ്പം നമുക്ക് പണ്ടത്തെ പോലെ ഒന്നും മിനിസ്ട്രി ഓടി നടക്കാൻ പറ്റത്തില്ല, ഇനി കുഞ്ഞിനെയും വളർത്തി അങ്ങനെ ആയിരിക്കണമല്ലോ. ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഞാനൊരു വെളിപ്പാട് കാണാൻ തുടങ്ങി. വെളിപ്പാട് എന്നതിനപ്പുറത്ത് 3D ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അത് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകും. 3D ഒക്കെ കണ്ടിട്ടുള്ളത് പോലെ നമ്മൾ ആ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ട കാഴ്ച ഞാൻ ഫീൽ ചെയ്യുന്ന ഒരു കാഴ്ച അതിങ്ങനെ ആയിരുന്നു. ഒരു ഓപ്പൺ വണ്ടി. ഇതൊരു പക്ഷെ ഇത് കേൾക്കുമ്പോൾ ചിലർ ചിന്തിക്കുമോ, ഇതിന്റെ ഒന്നാമത് ബോധമില്ലാതെ കിടക്കുന്നതുകൊണ്ട് ഇതിനെ ബോധത്തിൽ നിന്നൊക്കെ ഇറങ്ങി വന്നതെന്നൊക്കെ വിമർശിക്കുന്നവർക്ക് തോന്നാം. പക്ഷെ അനുഭവമാണല്ലോ, അനുഭവിച്ചവൻ അനുഭവമാണല്ലോ. അതുകൊണ്ട് ഞാൻ അത് അതുപോലെ തന്നെ അക്കമിട്ടങ്ങ് പറയാം. ഒരു ഓപ്പൺ വണ്ടി, ഏത് വണ്ടിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പുറംമൂടിയൊന്നും ഇല്ല, സ്റ്റിയറിംഗ് ഉണ്ടത്, അതുകൊണ്ടാണ് അത് വണ്ടിയെന്ന് ഞാൻ കാണുന്നത്. മുകളിലുള്ള കവറിംഗ് ഒന്നുമില്ല. ആരും ഓടിക്കുന്നത് എനിക്കത്തില്ല. വണ്ടി ഓടുന്നുണ്ട്, ഞാൻ സൈഡിൽ ഇരിപ്പുണ്ട്. പക്ഷെ റോഡ് കാണുന്നില്ല, പോകുന്നത് മഞ്ഞിനകത്തു കൂടിയാണ്. മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഒരു റോഡാണ്. അപ്പോൾ അത് റോഡ് കാണുന്നില്ല, മഞ്ഞാണ്. മഞ്ഞിനകത്തു കൂടി നമ്മൾ ഈ വെള്ളത്തിലൂടെ വണ്ടി സ്പീഡിൽ ഓടിക്കുമ്പോൾ സൈഡിലൂടെ വെള്ളം തെറിച്ചിങ്ങനെ പോകുന്നത് പോലെ മഞ്ഞ് തെറിച്ചു പോകുന്നത് ഞാൻ കാണുന്നു. മഞ്ഞ് തെറിച്ചു പോകുന്ന പോക്കിൽ ചിലത് എന്റെ ദേഹത്ത് വീഴുന്നുണ്ട്. മഞ്ഞ് വീഴുന്നത് ഞാൻ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് ഞാൻ ഫീൽ ചെയ്തു. മഞ്ഞൊരിക്കലും തണുപ്പല്ല, ഒരു തണുപ്പിനെക്കാളും സൂചി കുത്തുന്നത് പോലുള്ള ഒരു തണുപ്പാണ്. നോർമൽ ഫാൻ ഇടുമ്പോഴുള്ള തണുപ്പോ AC-യുടെ തണുപ്പോ അല്ല മഞ്ഞ ദേഹത്ത് വീഴുന്നത്. സോ അതുപോലുള്ള ഒരു ഭയങ്കര ഡീപ്പായ ഒരു ഫ്രോസൺ വേദനയല്ല, ഒരു തണുപ്പാണ് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്പീഡിലായത് പോകുന്ന മഞ്ഞ് എന്റെ ദേഹത്ത് വീഴുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഈ പോകുന്ന പോക്കിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു. സ്വീറ്റായ ഒരു വോയിസ്, ഒരു ഭയങ്കര ശാന്തമായി, അതുപോലെ തന്നെ നമ്മുടെ ചെവിയോട് ചേർന്ന് ഒരാൾ ശാന്തമായി പറയുന്നത് പോലൊരു ശബ്ദം. ഇത്രയേ ഉള്ളൂ. യെശയ്യാ 11:15, ഐശയ്യാ 11:50, ഐശയ്യാ 11:50. ഇതെങ്ങനെ എന്റെ ചെവിയിൽ 2-3 പ്രാവശ്യം യെശയ്യാ 11:15 എന്റെ ചെവിയിൽ ഇങ്ങനെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആദാം വാക്യമൊന്നും ആ സമയത്ത് അങ്ങനെ ഓർമ്മ വരാറില്ലല്ലോ. പക്ഷേ ഒരു ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് കേൾപ്പിക്കുന്നത് പോലെ എന്റെ ചെവിയിൽ ആ വാക്യം ഇങ്ങനെ ആരോ ഇരുന്ന് വായിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ പിന്നീട് കാണാതെ പഠിച്ചതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. 91, ഞാൻ സാധാരണ സാക്ഷ്യം പറയുമ്പോൾ പറയാറുണ്ട്, 91 സങ്കീർത്തനമായിരുന്നെങ്കിൽ ഓർമ്മയിലെന്ന് പറയായിരുന്നു. 23:4 സങ്കീർത്തനം, അത് ഓർമ്മ, നമ്മൾ സ്ഥിരം വായിക്കുന്നതൊക്കെ, യേശു കണ്ടത്, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ യെശയ്യാ 11:15 നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ കാണാതെ പഠിക്കുന്ന വാക്യമല്ലല്ലോ. പക്ഷെ ഒരു ടേപ്പ് റെക്കോർഡർ പോലെ അതെന്റെ ചെവിയിൽ കേൾപ്പിച്ചു. അതിങ്ങനെയായിരുന്നു: ഞാൻ മിസ്രയീം കടലിന്റെ നാവിൽ ഉന്മൂലനാശം വരുത്തി, ഞാൻ ഉഷ്ണക്കാറ്റോടെ നദിയുടെ മീതെ കയ്യോങ്ങിയതിനെ അടിച്ച 7 കൈവഴികളാക്കി, ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും, ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും. ഈ ഒരു വേർഡ് 2-3 വട്ടം എന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുക. ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും, ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും. ഈ ശബ്ദം എന്റെ ചെവിയിൽ ഇങ്ങനെ കേട്ടത് ഞാൻ അലറി വിളിച്ച് ബെഡിൽ കിടന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. സുബോധത്തിലാണോ ആ സ്വപ്നത്തിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നനഞ്ഞാലും കുഴപ്പമില്ല, വീൽ ചെയറിൽ ഇരുന്നാൽ മതി. ഇതാണ് എന്റെ അമ്മയെന്ന് പറയുന്നത്, ഇതാണ് എന്റെ മകളെന്ന് പറയാൻ. ബോധത്തോടെ വീൽ ചെയറിൽ ഇരുന്ന് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്, ജീവിതകാലം മുഴുവൻ ഞാൻ നോക്കിക്കോളാം എന്ന് ഞാൻ ആ ചെരുപ്പ് നനയാതെ പുറത്തു വരുമെന്ന ശബ്ദത്തോട് ഞാൻ തിരിച്ചിങ്ങനെ പ്രതികരിക്കുമ്പോൾ എന്റെ ചെവിയിൽ കേട്ടൊരു വാക്കിതാ: ഞാൻ എന്റെ ജനത്തെ ചെങ്കടലിലൂടെ നടത്തിയപ്പോൾ
ചെരുപ്പിന്റെ അടിയിൽ വെള്ളത്തിന്റെ ഒരു പാട് പോലും ഇല്ലാതിരുന്നത് പോലെ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒരു പാട് പോലും ഇല്ലാതെ ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഈ ഒരു വാക്ക എന്റെ ചെവിയിലേക്ക് കേട്ടു. ചെരുപ്പ് നനയാതെ അല്ല, ഒരു പാട് പോലും ഇല്ലാതെ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഈ ഒരു വാക്ക് എന്റെ ചെവിയിൽ മുഴങ്ങി കല്ലെടുത്ത് വെള്ളത്തിലിടുന്നത് പോലെ ഞാൻ ഞെട്ടി എഴുന്നേൽക്കുന്നു. ഹോസ്പിറ്റൽ, ട്രിപ്പ് പോകുന്നു, എല്ലാം ഉണ്ട്. മരിക്കുമെന്ന് എന്റെ ഉള്ളിൽ എന്റെ ഫിംഗർ ടിപ്പ് വരെ എങ്ങനെ കയറിയോ അതിനേക്കാളും 100 ഇരട്ടി വേഗതയിൽ ഇങ്ങനൊരു ആക്സിഡന്റ് നടന്നിട്ടില്ല, ഇങ്ങനൊരു അപകടമേ നടന്നിട്ടില്ല. എത്ര റീകളക്ട് ചെയ്യാൻ നോക്കിയാലും ഈ അപകടത്തിന്റെ കാര്യം ഞാൻ അതിനുശേഷം എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാൻ മുഖവുരയിൽ പറഞ്ഞ മൊബൈലിന്റെ കാര്യമാണെങ്കിലും ആൾക്കാർ വന്നതാണെങ്കിലും ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ അതെല്ലാം പിന്നീട് റീകളക്ട് ചെയ്ത് അതുവരെ അവൾക്ക് എന്റെ മനസ്സിലേക്ക് വരുന്ന എന്തോ വയ്യാതെ അവള് കിടക്കുന്നു, പനി പിടിച്ചോ എന്തോ ഐസിയിൽ കിടക്കുന്ന പോലെ എന്നുള്ള അത്ര പോലെ തമ്പുരാൻ അതിനെ മഞ്ഞുപോലെ എന്റെ മനസ്സിൽ നിന്ന് വിഷയത്തെ ഉരുക്കിക്കളഞ്ഞു. ഇങ്ങനൊരു അപകടമേ നടന്നിട്ടില്ല, അതുപോലെ എന്റെ മനസ്സിൽ നിന്ന് ദൈവം മാറ്റി. ഞാൻ തന്നെ ചില സമയം കഴിഞ്ഞപ്പോൾ ട്രിപ്പ് ഇങ്ങനെ ഊരി തൂക്കിയിട്ടിട്ട് താഴെ വരും. എല്ലാവരും വിഷമിച്ചിരിക്കുക, കാരണം എപ്പോൾ വേണമെങ്കിൽ എന്ത് സംഭവിക്കാം. ഈ ഒരു വിഷമത്തില് എല്ലാവരും വെന്റിലേറ്റർ അല്ലെങ്കിൽ ഐസു വാർഡിന്റെ പുറത്ത് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റർ PA ജോർജ് പാസ്റ്ററുടെ ഭയങ്കരമായ ഒരു സപ്പോർട്ട്. അദ്ദേഹത്തിന്റെ സഭയിലെ പല നേഴ്സസും ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളാണെന്ന് അറിഞ്ഞതിന് ശേഷം ഓരോ നേഴ്സസും ഇദ്ദേഹത്തിന് വേണ്ടി ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യും. മറ്റൊരു നേഴ്സിനും അവസരം കൊടുക്കാതെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്നിടം വരെ ബ്ലസ്സിയുടെ അരികിൽ ആ സഭയിലുള്ള നേഴ്സസ് ആയിരുന്നു. അവര് തന്നെ അങ്ങോട്ട് ചോദിച്ച് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്, എന്നെ തന്നെ നിർത്തണമെന്ന് പറഞ്ഞ് ഷിഫ്റ്റ് ഡ്യൂട്ടി എടുക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏത് സമയത്തും അവിടെ കയറി ചെല്ലാമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വൈഫിന്റെ അടുക്കൽ ഒന്ന് പോകണം. എന്നോട് ചോദിച്ചു പാസ്റ്റർക്ക് കാണണോ, ഇപ്പോൾ പോകണോ? ഞാൻ പറഞ്ഞു എനിക്ക്, കാരണം കഴുത്തിൽ കെട്ടുണ്ട്, കാലിൽ എനിക്ക് കെട്ടുണ്ട്, വെച്ചാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവളോട് പോകണം. ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ ട്യൂബ് എല്ലാം ഫിറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. എന്റെ ചെവിയിൽ ചെരുപ്പ് നനയില്ല. ഫുൾ വാക്യമൊന്നും എനിക്കറിയില്ല. കേട്ടെങ്കിലും ചെരുപ്പ് നനയില്ല എന്ന് മാത്രമുണ്ട്. ഞാൻ അത് അവളോട് പറഞ്ഞു, നീ ചെരുപ്പ് നനയാതെ പുറത്തു വരും, ഞാനും കുഞ്ഞും പുറത്തുണ്ട്, ധൈര്യമായിരിക്കുക. അവള് കേൾക്കുന്നുണ്ടോ? ട്യൂബ് എല്ലാം ഫിറ്റ് ചെയ്ത് കിടക്കുക, ചെരുപ്പ് നനയാതെ പുറത്തു വരും, ഞാനും കുഞ്ഞും പുറത്തുണ്ട്, ധൈര്യമായിരിക്കുക. ഇത് പറഞ്ഞിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങി നേരെ പോയത് ക്യാൻറ്റീനിൽ ചെല്ലുന്നു, ചായ കുടിച്ചു, ഫുഡ് കഴിച്ചു. ഒരു കയ്യിൽ ചായയും മറ്റേ കയ്യിൽ സമൂസയായിട്ട് ഫാദറിനോട് അടുക്കലേക്ക് വരിക. നിങ്ങൾ ആ പിക്ചർ ചിന്തിക്കുക. എല്ലാവരും വിഷവേദനയിലിരിക്കുമ്പോ മകള് മരിക്കും അല്ലെങ്കിൽ അവൾ എപ്പോ വേണേലും എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോ വളരെ കൂളായിട്ട് നടക്കുന്ന ഞാൻ, ഇനി എനിക്ക് മാനസിക അസുഖമായോ, നമ്മുടെയൊക്കെ കിളി പോയെന്നൊക്കെ പറയുന്ന പോലെ ആയോ എന്നൊക്കെ ചിന്തിക്കാവുന്ന തരത്തിൽ എല്ലാവരും എന്നെ ആശ്വസിപ്പിച്ച് മുകളിലോട്ട് കൊണ്ടുവിടും. 10 മിനിറ്റ് കഴിയും, ഞാൻ ട്രിപ്പ് കൂട്ടും, വീണ്ടും തൂക്കിയിടും, താഴെ വരും. സിസ്റ്റർ ഞാൻ ഒന്ന് കയറിക്കോട്ടെ, അകത്തോട്ട് കയറും, ചെരുപ്പ് നനയാതെ പുറത്തു വരും, ഞാനും കുഞ്ഞും പുറത്തുണ്ട്, ധൈര്യമായിരിക്കും. ഇത് ഒരു ദിവസം 10ഓ 15ഓ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഒരു കുഴപ്പവും വരത്തില്ല. എനിക്ക് അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല, ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല. പക്ഷേ ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ, അത്ഭുതകരമായൊരു സൗഖ്യം അന്ന് മുതൽ ആരംഭിക്കാൻ തുടങ്ങി. മാസങ്ങളോളം ഹോസ്പിറ്റലാകേണ്ടി വരുമെന്ന് പറഞ്ഞെടുത്ത ജനുവരി മാസം 24-ാം തീയതി ഡിസ്ചാർജ് ചെയ്യുവാൻ സ്വർഗം ബലപ്പെടുത്തി. പക്ഷേ ആ സമയത്ത് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവൾ ഒരു ട്രോമ സ്റ്റേജിലേക്ക് മാറ്റപ്പെട്ടു. ഞാൻ ആരാണെന്ന് അറിയത്തില്ല, കുഞ്ഞിനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ട്രോമ സ്റ്റേജിലേക്ക് മാറ്റപ്പെട്ടു. അതിഭയങ്കരമായ വേദന. 20-ാം തീയതി ഒക്കെ ആയപ്പോൾ വെള്ളം കൊടുക്കുന്നുണ്ട്, യൂറിൻ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, മോഷൻ പോകുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു മെഡിക്കൽ സയൻസിന് ഇത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. മെഡിക്കൽ സയൻസിന് അവൾ ഫുഡ് കഴിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, അത് പോകുന്നുണ്ട്. ഇതിനപ്പുറം ഇനി എന്നാണിത് റിപ്സ് ശരിയാകുന്നത് അറിയത്തില്ല. എന്ന് ഈ ട്രോമയിൽ നിന്ന് പുറത്തു വരും മെഡിക്കൽ സയൻസിന് പറയാൻ കഴിയത്തില്ല. എന്ന് ലങ്സ് ഓക്കെ ആകും, കാരണം അതുവരെയും 2 ലങ്സും കിഴിച്ച് ട്യൂബ് പുറത്തേക്കിട്ട് ബ്ലഡ് ഇങ്ങനെ പുറത്തോട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് 2 ലങ്സിൽ നിന്നും. ഇതൊക്കെ എന്ന് ശരിയാകും ഒന്നും പറയാൻ പറ്റത്തില്ല. അവര് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ താമസിപ്പിക്കാം, അങ്ങനെയാണെങ്കിൽ പൈസ ഇങ്ങനെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്, ഹോസ്പിറ്റൽ ബെഡ് വീട്ടിൽ ക്രമീകരിച്ച വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവരിക.
അങ്ങനെ ഞങ്ങൾ രണ്ടാമത് ഓപ്ഷൻ തെരഞ്ഞെടുത്ത് ജനുവരി മാസം 24-ാം തീയതി അദ്ദേഹത്തെ ഡിസ്ചാർജ് വാങ്ങി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ബറോഡയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. 3-ാമത്തെ ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നടക്കാൻ കഴിയില്ല. എടുത്ത അദ്ദേഹത്തെ ചുമന്ന് 3 നിലയും ചുമന്ന് മുകളിൽ കയറി അവിടെ കൊണ്ട് ഹോസ്പിറ്റൽ ബെഡ് ക്രമീകരിച്ച് അവിടെ താമസിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ കരുതലുകൾ കാണാൻ ദൈവം ഇടയാക്കി. അവിടെയെല്ലാം കടന്നുപോയ ഒരനുഭവം, ഞാനന്ന് ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്ന പ്രത്യേകം JPC സഭ, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ചർച്ചോ ഞാൻ വില്ലേജിലെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ശുശ്രൂഷയിൽ നിൽക്കുന്നത് കൊണ്ടൊരു സഭ എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ അന്ന് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ മെമ്പർഷിപ്പ് ആയിരുന്ന ആ സഭയിലെ സഹോദരങ്ങൾ 3 നിലയുടെ മുകളിലാണ്. 2 ലങ്സും വീക്കാണ്. ചില സമയത്ത് ഇദ്ദേഹത്തിന് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയും. ഉടനെ ഹോസ്പിറ്റലിൽ വിളിക്കുമ്പോൾ അവർ പെട്ടെന്ന് ആംബുലൻസിൽ കൊണ്ടുവരണമെന്ന് പറയും. 3 നിലയും ഇതിനകത്ത് കയറത്തില്ല, ലിഫ്റ്റിനകത്ത് ഇദ്ദേഹത്തെ കയറ്റാൻ പറ്റത്തില്ല കിടന്നിട്ട്. പക്ഷെ ഈ 3 നിലയും സഹോദരങ്ങൾ എടുത്തിറങ്ങുന്ന ആ ഒരു സാഹചര്യം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ആ ചർച്ചിലുള്ളതായ ജെറിനാണെങ്കിലും ഡിജോ ആണെങ്കിലും മോബിനാണെങ്കിലും ഡെൻസിൽ ബ്രദർ, ഡെന്നിസ്, സനീഷ, അതുപോലെ തന്നെ ഒത്തിരി സഹോദരങ്ങൾ, ജസ്റ്റിൻ ഉണ്ടായിരുന്നു. ആ സഹോദരങ്ങളെല്ലാം ഒരാളിനെ ഏതെങ്കിലും ഒരു ഇവരെല്ലാം ജോലിക്കാരാ കേട്ടോ, ഇവരെല്ലാം ജോലിക്കാരാ. ഇവർ ബ്ലസ്സൺ, ഇങ്ങനെ എന്റെ മനസ്സിൽ ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പം ഇവരെയൊക്കെ ഒരു ആരെങ്കിലും ചിലപ്പോൾ സനീഷ് എന്ന് പറയുന്ന ഒരു സഹോദരനെ വിളിക്കത്തുള്ളൂ, ഒരു മിസ് കോൾ, ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്. ഒരു 10 മിനിറ്റിനകത്ത് ഒരു 5-6 ബൈക്ക് വീട്ടിന്റെ അടുത്ത് വരുന്നു. ഇവര് പറഞ്ഞ പാസങ്ങളെ ഞങ്ങൾ എത്തി. മുകളിൽ വന്നിട്ട് ഇവര് സ്ട്രക്ചറിൽ ചുമന്ന് ഈ 3 നിലയും താഴെ കൊണ്ടുവന്ന് ആംബുലൻസിൽ കയറ്റിയിട്ട് പറയും, പാസങ്ങൾ അവിടെ നിന്ന് തിരിക്കുമ്പോൾ വിളിച്ചാൽ മതി, ഞങ്ങൾ വരും. അവരും ജോലിക്ക് പോകും. ഓഫീസിൽ പോയി അടുത്ത് ആനന്ദിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് പകുതിയാകുമ്പോൾ വിളിക്കും. വീട്ടിലെത്തുന്നതിന് മുമ്പ് ഇവരെല്ലാം വീട്ടിനകത്തുണ്ട്. തിരിച്ച് ചുമന്ന് ഇങ്ങനെ ആ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ അതിഭയങ്കരമാണ്. പക്ഷെ ഏറ്റവും അധികം പ്രയാസപ്പെടുത്തുന്ന ഒരു ഭാഗം ആ സമയങ്ങളാണ്. കാരണം ഈ വൈഫിനെ ചുമന്നുകൊണ്ട് ഇറങ്ങുമ്പോൾ, അന്ന് 3.5 വയസ്സ് പ്രായമാണല്ലോ കുഞ്ഞിന്, കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് ചോദിക്കുക, അമ്മയെ വീണ്ടും കൊണ്ടുപോവാണോ, അമ്മയെ വീണ്ടും കൊണ്ടുപോവുകയാണോ എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം വേദനയിലൂടെ. അതിന് ഉത്തരം പറയാനൊന്നുമില്ല. പോയി തിരിച്ചു വരാൻ പറ്റുമോ ഒന്നും അറിയത്തില്ലല്ലോ. ഇന്ന് വീണ്ടും അമ്മയെ കൊണ്ടുപോകുന്ന എന്തിനാ? ഈ ചോദ്യങ്ങൾ എന്നെ വല്ലാതെ ഭാരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും വൈഫിന്റെ പപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഇടിവിൽ നിന്ന് കരയുകയും ലോകത്തിലെ മുഴുവൻ ദൈവമക്കളും പ്രാർത്ഥിച്ചു. ദൈവം അവളെ ബലപ്പെടുത്തി. അവിടെ മുതൽ ദൈവം അവളെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവളെ ഇങ്ങനെ ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവൾ എന്ന് ട്രോമയിൽ നിന്ന് പുറത്തു വരും എനിക്കറിയത്തില്ല. ഏകദേശം 4-5 മാസത്തോളം ഒന്നും അറിയാത്തൊരു സാഹചര്യങ്ങളിലൂടെ ആയിരുന്നെങ്കിലും കയ്യും 2 കാലും കെട്ടി ഇവിടെ നടുവിൽ 14 വാരിയൽ ഒടിഞ്ഞത് കൊണ്ട് ട്രോമയിലായതുകൊണ്ട് അവൾ തിരിയാൻ പാടില്ല. ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുകൂടി ഞാൻ പറയാം. എന്നോട് ഡോക്ടർ പറഞ്ഞു, ഓരോ ശ്വാസം എടുക്കുമ്പോൾ, വൈഫ് ഓരോ ശ്വാസം എടുക്കുമ്പോൾ കനല് വിഴുങ്ങുന്ന വേദനയായിരിക്കും ഉള്ളിൽ, ഒരു കനല് വിഴുങ്ങുന്ന. കാരണം അദ്ദേഹം എന്നെ കാണിച്ചത് റിബ്സ് ഒടിഞ്ഞിരിക്കുക. ഓരോ ശ്വാസം എടുക്കുമ്പോൾ റിബ്സ് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും, എല്ലുകൾ തമ്മിൽ കൂട്ടി വരയും. അതിഭയാനകമായ വേദനയായിരിക്കും. ആ സമയത്ത് അവൾ എന്തും ചെയ്യും. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ മയക്കി കിടത്താം, അല്ലെങ്കിൽ ഈ വേദന സഹിക്കാൻ വിട്ടുകൊടുക്കാം. വേദന സഹിച്ചാൽ ട്രോമയിൽ നിന്ന് ഒരുപക്ഷെ നേരത്തെ പുറത്തു വരാം. മയക്കി കിടത്തിയാൽ അങ്ങനെ കിടന്നു പോകും. അങ്ങനെ അതിഭയാനകമായ വേദനയിലൂടെ ഒരുപക്ഷെ എന്റെ വൈഫിന് അത് എത്രത്തോളം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, ആ ട്രോമയിൽ ആയിരുന്നത് കൊണ്ട്. പക്ഷെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്കറിയാം അതിഭയാനകമായ വേദനയിലൂടെ ഓരോ നിമിഷവും താൻ കടന്നുപോയി. 14 വാരിയിൽ ദിവസങ്ങളോളം ഉറക്കമില്ലാതെ, ദിവസങ്ങളോ അത് വാക്കുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത വേദനയിലൂടെ താൻ കടന്നുപോയി. പക്ഷേ അവിടെയെല്ലാം അത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യും കാലും ഇവിടെ വയറിലൂടെയൊക്കെ ടൈറ്റാക്കി കെട്ടിയിട്ടിട്ട് അദ്ദേഹത്തിന്റെ അടുക്കലിരുന്ന് അദ്ദേഹത്തിന് ഫുഡ് വാരിക്കൊടുക്കാൻ എനിക്ക് പറ്റി എന്നുള്ളത് ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഭയമാണ്. ഇതെങ്ങനെ പറ്റി എന്ന് ഓർത്താൽ എനിക്ക് ഇന്ന് അറിയത്തില്ല. പക്ഷെ അന്ന് അസാധാരണ ബലം. ഇത് കേൾക്കുന്നവർക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നും എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു വെറും എന്താ മദ്യപിച്ച് കഞ്ചാവൊക്കെ വലിച്ച് ഹോസ്പിറ്റലിൽ സെന്ററിനെ പോലെ നമ്മൾ എന്താ പറയാ വളരെ കൂളായിട്ട് അവളുടെ അടുക്കലിരുന്ന് ഞാൻ ഫുഡ് കഴിക്കുന്നു, അദ്ദേഹത്തിന് വൈഫിന് ഫുഡ് വാരി കൊടുക്കുന്നു, അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നു.
ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ഒറ്റ വാക്കേ ഉള്ളൂ, ചെരുപ്പ് നനയാതെ പുറത്തു വരും. എന്ന് നടക്കും അറിയത്തില്ല, എന്ന് ഇതെല്ലാം ഓർമ്മ തിരിച്ചു വരും അറിയത്തില്ല, ഇതെന്തോ സംഭവിക്കും, ഇതിന്റെ ഫ്യൂച്ചർ എന്താകും, നമുക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് മനസ്സിൽ പോലും ഇല്ല. അദ്ദേഹം ഒന്ന് ഓർമ്മയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതൊക്കെ ഉള്ളൂ നമ്മുടെ മനസ്സിൽ. ഇത് ഓർമ്മയിലേക്ക് വരുമോ ഒന്നും അറിയും. പക്ഷെ അവിടെ എല്ലാം ദൈവം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നല്ലൊരു ഡയറക്ടർ ഫിലിം ഡയറക്ട് ചെയ്യുന്നത് പോലെ ദൈവം അവളെ ഓരോ ദിവസവും നടത്തി ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ കിടപ്പായിരുന്നു, നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ദിവസം സാധനം മേടിക്കാൻ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്ന സമയം മൊബൈല് ഡിക്കിയിലായിരുന്ന അദ്ദേഹം എന്നെ വിളിച്ചു, കിട്ടുന്നില്ല. അദ്ദേഹത്തിന് ആ സമയത്ത് യൂറിന് പോകണം, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഡോക്ടറും പറഞ്ഞു, കുഞ്ഞിന്റെ മനസ്സായിരിക്കും, കുഞ്ഞുങ്ങളുടെ മനസ്സായിരിക്കും, കുഞ്ഞുങ്ങളെ പോലെ ആയിരിക്കും ചിന്തിക്കുന്നത്, അപ്പോൾ എപ്പോഴും ആള് കൂടെ വേണം, ഓർമ്മയെല്ലാം തിരിച്ചു വന്ന് തുടങ്ങുന്ന സമയമാണ്. പക്ഷേ അദ്ദേഹം എന്നെ വിളിച്ച് യൂറിന് പോകാൻ പറയാനായിട്ട് ഞാൻ എടുക്കുന്നില്ല. അദ്ദേഹം എന്നെ ഉടനെ ചിന്തിച്ചു, ഞാൻ ഇട്ടിട്ട് പോയോ, എനിക്ക് സ്നേഹമില്ലയോ എന്നൊക്കെയുള്ള ആ ഒരു ചെറിയ മനസ്സിലേക്ക് വന്ന ചിന്തകൾ നിമിത്തം അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തിനാ, ഹോസ്പിറ്റൽ ബെഡ് ഭയങ്കര ഹൈറ്റ് ആണ്. അദ്ദേഹം ചിന്തിച്ചു, ഞാൻ താഴോട്ട് അങ്ങ് ചരിയുവാണ്, താഴെ പോട്ടെ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം ചരിഞ്ഞു എന്ന് പറഞ്ഞു, താഴോട്ട് ചരിഞ്ഞു, കാലുകുത്തി എഴുന്നേറ്റു. അങ്ങനെയാണ് എഴുന്നേറ്റത്. അതിന് ഡോക്ടർ പറഞ്ഞു, ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകുമല്ലോ, നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിയുമ്പോൾ, നമ്മൾ പോലും ചാകണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കാല് തട്ടുമ്പോൾ നമ്മളെ ശരീരം തന്നെ വലിക്കുന്നത് പോലെ അദ്ദേഹം താഴെ വീഴണമെന്ന് ചിന്തിച്ചിട്ടാണ് താഴോട്ട് വീണത്. പക്ഷേ ശരീരം പ്രതികരിച്ചു, കാലുകുത്തി എഴുന്നേറ്റു. അങ്ങനെ വീൽ ചെയറിൽ ഇരിക്കാതെ എന്റെ വൈഫിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അതാണ് എന്റെ വീൽ ചെയർ മേടിക്കാൻ ദൈവം അനുവദിച്ചില്ല. എത്ര 14 വാരിയല്ലൊടിഞ്ഞ ഒരു ആളിന്റെ കാര്യമാണ് പറയുന്നത്. ഇന്നും സ്പൈനൽ കോഡിൽ 2 എണ്ണത്തിൽ ക്രാക്ക് ചെറുതായിട്ട് ഇന്നും സ്റ്റിൽ ഇസ് ദയർ. പക്ഷെ ഇന്ന് അദ്ദേഹം പൂർണ്ണമായൊരു ആരോഗ്യമുള്ളവളായി ദൈവം മാറ്റി. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. അങ്ങനെ ദൈവം അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് ഓരോ ദിവസം കഴിയും തോറും ഫിസിയോതെറാപ്പി ഒക്കെ ഉണ്ടായിരുന്നു, കയ്യിൽ പല ഓപ്പറേഷനുകൾ കഴിഞ്ഞു. പക്ഷെ ഇന്ന് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഫേസിൽ അന്ന് 2018 ജനുവരി 1 മുതലുള്ള ഫേസ്ബുക്കിലൊക്കെ ഉള്ള പല ദൈവദാസന്മാരുടെ ഒത്തിരി ദൈവദാസന്മാരുടെ ഒക്കെ പേരെടുത്ത് പറയേണ്ടതുണ്ട്, എങ്കിലും എല്ലാവരുടെയും പേര് ഞാൻ ആവർത്തിക്കുന്നില്ല. പലരും എന്റെ സുഹൃത്തുക്കളായ പല ദൈവദാസന്മാർ, കേരളത്തിലുള്ള വിദേശത്തുള്ള പല ദൈവദാസന്മാർ സഹോദരങ്ങൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പാസ്റ്റർ ജോയ് പ്രകാശിന്റെ വൈഫിന്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞ് ആ ദിവസങ്ങളുടെ അപ്ഡേഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. ഇവിടെ ഒരു 8 സ്റ്റിച്ച് എന്ന് പറഞ്ഞു, കണ്ണിലും ഓപ്പറേഷൻ വേണം, അവിടെ സ്റ്റിച്ച് വീഴും, ചെവിയില്, ചുണ്ടില്, ഫേസിൽ പലയിടത്തും സ്റ്റിച്ചുകളുടെ പാടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ബ്ലസ്സിയെ നിങ്ങൾ നോക്കിയാൽ ഫേസിൽ ഒരു പാട് പോലും ഇല്ലാതെ എന്നോട് 5-ാം തീയതി എന്റെ അടുക്കൽ ഇറങ്ങി വന്ന് എന്നോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ചെരുപ്പ് നനയാതെ അല്ല, ഒരു പാട് പോലും ഇല്ലാതെ പുറത്തു. ഇന്ന് ഒരു പാട് പോലും ഇല്ലാതെ എന്റെ പ്രിയപ്പെട്ടവളെ ദൈവം സൗഖ്യമാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ചെരുപ്പ് നനയാതെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. അതിഭയങ്കരമായ ചെലവുകൾ ഇതിനകത്തുണ്ടായിരുന്നു. ആ ഒരു കരുതൽ കൂടി ആർക്കെങ്കിലും ബലപ്പെടാനാണെങ്കിൽ ഒരു അനുഭവം കൂടി മാത്രം പറഞ്ഞ, ഞാൻ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വാക്കുകൂടി പറയാം. ഹോസ്പിറ്റലിൽ ഒത്തിരി ചെലവുകളുണ്ട്. ഒരു പ്രാവശ്യം 75,000 രൂപയുടെ ഒരു ബില്ല് വന്നു. അന്ന് അടയ്ക്കണം, പിറ്റേ ദിവസം അവർക്ക് അടുത്ത ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യാനുണ്ട്. എന്റെ കയ്യിൽ പൈസ ഇല്ല, ജസ്റ്റ് 2,000 രൂപ മാത്രമേ ഉള്ളൂ. മാത്രമല്ല പലരും വിളിക്കുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റലുകാർ നോക്കുമ്പോ നമ്മൾ ഈ പെന്തിക്കോസുകാര് നല്ല ടിക്ടോക്കിലൊക്കെ ആണല്ലോ വിശ്വാസികൾ ആയിട്ടുള്ളവരും പാസ്റ്റേഴ്സും ഒക്കെ എല്ലാവരും സഹോദരിമാരാണെങ്കിൽ ബാഗൊക്കെ തൂക്കി ദൈവദാസന്മാരും സഹോദരന്മാരും ചെയ്തിട്ടാണല്ലോ നമ്മളെയൊക്കെ കാണാൻ വരുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഗുജറാത്തിലൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ ഉള്ളവർ നോക്കുമ്പോ ജോയ് പ്രകാശിന്റെ കാണാൻ ബ്ലസ്സിയെ കാണാൻ വരുന്നവരെല്ലാം അങ്ങനെ. അപ്പൊ അവര് നമ്മളെന്തോ വലിയ സെറ്റപ്പ് ഉള്ള വലിയ ഫൈനാൻസ് വെൽ സെറ്റിൽഡ് ആയിട്ട്, മാത്രമല്ല വിദേശത്ത് എന്റെ ഫ്രണ്ട്സ് എല്ലാം പലരും ഹോസ്പിറ്റലാണ് വിളിക്കുന്നുണ്ട്, തിരക്കുന്നുണ്ട്. അപ്പൊ അവര് നമ്പർ പറയുന്നവരെല്ലാം വിദേശത്തുള്ള പല നമ്പറുകളും വരുന്നുണ്ട്. എന്റെ കൂടെ ബൈബിൾ കോളേജ് പഠിച്ച ഒരാൾ കാനഡയിൽ കാനഡയിൽ പോയി, UK പോയി, അവരെല്ലാം അവിടെ നിന്ന് വിളിക്കുന്നു. ആ നമ്പറിലാണ് വിളിക്കുന്നത്, പാസ്റ്റർ വൈഫിന് എങ്ങനെയുണ്ട് ജോയ് പ്രകാശിന്റെ വൈഫ്. അങ്ങനെ അപ്പൊ ഇവരെല്ലാം ചിന്തിച്ചാൽ നമുക്ക് എങ്ങോട്ട് വലിയ പൈസയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളോട് ചോദിക്കത്തില്ല, അവര് ട്രീറ്റ്മെന്റ് ചെയ്യും, ബില്ല് എഴുതി വെക്കും. അങ്ങനെ ഒരു പ്രാവശ്യം 75,000 ഉണ്ട്. അപ്പൊ അവരോട് ഇല്ല എന്ന് പറയാനും പറ്റില്ല. പക്ഷെ എന്റെ കയ്യിൽ 2,000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോ ഫൈനാൻസിന്റെ ഇപ്പൊ ഇച്ചിരി പ്രോബ്ലം എന്ന് പറയുന്നില്ല, പക്ഷെ എടുക്കാൻ പറ്റിയിട്ടില്ല, നാളെ തരാം ഇത് പറയാം. ഞാൻ കൗണ്ടറിലേക്ക് ചെന്നു.
ക്യാഷ് കൗണ്ടറിൽ ചെന്നു, നിങ്ങൾ പ്രൊസീജ് ചെയ്തോ, നാളത്തെ ട്രീറ്റ്മെന്റ് പ്രൊസീജ് ചെയ്തു, പൈസ ഞങ്ങൾ നാളെ അടയ്ക്കാം. ഇത് പറയാൻ ചെല്ലുമ്പോൾ പേഷ്യന്റ് ആരാന്ന് ചോദിച്ചു. പേഷ്യന്റിന്റെ നമ്പർ പറഞ്ഞു, വൈഫിന്റെ നമ്പർ പറഞ്ഞു, പേഷ്യന്റ് നമ്പർ പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഓൾറെഡി പെയ്ഡ്. ഇതാണ് അദ്ദേഹം പറഞ്ഞ വേർഡ്, ഇറ്റ് ഈസ് ഓൾറെഡി പെയ്ഡ്. ഞാൻ ചോദിച്ചു, പേ ചെയ്തോ? അദ്ദേഹം അടുത്ത് പറയുന്ന വേർഡ് 1 lakh ആരോ പേ ചെയ്തിരിക്കുക. ഹോസ്പിറ്റൽ ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്, ഡയറക്റ്റ് ചെയ്തിട്ടുള്ള 1 lakh. 75,000 ആണ് ബില്ല്. അപ്പോ നാളത്തേക്കുള്ള 25,000 ബാക്കിയുണ്ട്, അത് നാളത്തെ ബില്ലിൽ ഞങ്ങൾ ക്രമീകരിച്ചോളാം. സോ ഡോണ്ട് വറി, ഇറ്റ് ഈസ് ഓൾറെഡി പെയ്ഡ്. എനിക്കൊന്നും മനസ്സിലായില്ല, ഇന്നും മനസ്സിലായിട്ടില്ല അത് ആരാണെന്നുള്ളത്. എനിക്ക് അത്രയും പൈസ തരാൻ പറ്റുന്ന സഹോദരങ്ങളോ സുഹൃത്തുക്കളോ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ പുറത്തോ മാറി നിന്നിട്ട് പരിചയമുള്ള പലരെയും വിളിച്ചു. നിങ്ങളാണോ? അല്ല, ഞങ്ങൾ ഇന്നലെ ഇച്ചിരി സഹായിച്ചു, അങ്ങനെ കൊടുത്തായിരുന്നു, സഭയ്ക്ക് ഇട്ട് കൊടുത്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നതല്ലാതെ ആരും ഇങ്ങനെ ഒരു എമൗണ്ട് തന്നിട്ടേ ഇല്ല. ഇന്ന് ഈ സാക്ഷ്യം പറയുമ്പോഴും ആ 1 ലക്ഷം രൂപ അടച്ചത് ആരാണെന്ന് ഇന്നും എനിക്കറിയത്തില്ല. അങ്ങനെ അത്ഭുതകരമായ രീതികൾ ദൈവം ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഈ ആക്സിഡന്റ് ഞങ്ങൾ ഇന്നും മിക്ക ദിവസങ്ങളിൽ കർത്താവിനെ, ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ കർത്താവിന് സ്തുതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനും എന്റെ വൈഫും മരിച്ചതായിരുന്നു. ഞങ്ങൾ മരിച്ച ദൈവസന്നിധിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് അതിനെ പറയാറുള്ളത്, നമ്മളെല്ലാം മരിച്ചതാ, കർത്താവ് ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുക. അപ്പൊ നമ്മള് അവിടെ തലയും ചൊറിഞ്ഞ് കർത്താവിന്റെ അടുത്ത് നിന്നപ്പോ കർത്താവ് ചോദിച്ചു, ഇവരാരാന്ന് ചോദിച്ചു. അപ്പൊ ദൂതം പറഞ്ഞു, അത് നമ്മുടെ ഗുജറാത്തിൽ സുവിശേഷം വരെയുന്ന 2 പേരാ, അവരെ നമ്മളെ റോഡിൽ വെച്ച് തട്ടി നമ്മൾ ഇനി കൊണ്ടുവന്നു, അവരുടെ ടൈം കഴിഞ്ഞു. അപ്പം കർത്താവ് പറഞ്ഞു, എന്നാൽ അവരുടെ പ്രൊഫൈൽ എടുക്കാൻ പറഞ്ഞു. കർത്താവ് പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. കർത്താവ് പറഞ്ഞു, ഇല്ലടാ, ഇത് ടൈം ഇതല്ലല്ലോ, ഒരു കാര്യം ചെയ്യാം, അവരെ അങ്ങ് തിരിച്ചു വിട്ടേരെ, ബാക്കി ചെയ്യാനും കൂടെ ചെയ്തിട്ട് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റോഡിൽ വെച്ച് തീരേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ സമയം കർത്താവ് ഇച്ചിരി കൂടി ഇട്ടിരിക്കുന്നത് കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ്. അതിനുശേഷം ഇവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ട് ദൈവം ബലപ്പെടുത്തി. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ബറോഡയിൽ ഷാലോം IPC എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനം ആരംഭിക്കുവാനും പല വിശ്വാസികളെ ദൈവം നൽകുവാനും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുവാനും ദൈവം ഇടയാക്കി. 2018 മുതൽ ഇതുവരെ ഏകദേശം 6 വർഷം ഇപ്പോൾ കഴിഞ്ഞു. 6 വർഷം കഴിഞ്ഞ് ഇപ്പോഴും നന്ദിയോടെ ഞാൻ അത് ഓർക്കുന്നു. ദൈവം ഓരോ നിമിഷവും ഞങ്ങൾ നടത്തി കുഞ്ഞിന് ദൈവം അത്ഭുതകരമായി ദൈവം പിടിപ്പിച്ചു. ഒരു പോറലുമില്ലാതെ ദൈവം സൂക്ഷിച്ചു. അങ്ങനെ ദൈവകൃപയിൽ ഇപ്പോൾ ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. ഒരനുഭവം കൂടി ഞാൻ പറയാം. ജോലി വിട്ടു, വിദേശത്തേക്ക് പോകാനായിട്ടുള്ള എല്ലാം ക്ലിയർ ചെയ്തു, എല്ലാം ഇരിക്കുമ്പോഴാണ് എന്റെ ഭാഷയിൽ പറഞ്ഞ ദോഷം മറിച്ചിടുന്നത് പോലെ സകല പദ്ധതികളും വിദേശത്തിരുന്ന് പൈസ എടുത്ത് നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യിപ്പിക്കേണ്ടവനല്ല നീ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് ശുശ്രൂഷിക്കേണ്ടവനാണ് എന്ന് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചു. അതിനുശേഷം ദൈവസന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. നല്ല ജോലി ഉണ്ടായിരുന്നു, ജോലി വിട്ടു, സുവിശേഷ വേല വിദേശത്ത് പോകാൻ ചിന്തിച്ചു. തമ്പുരാൻ അത് ബ്ലോക്ക് ചെയ്തു. ഇവിടെ തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിർത്തി. അദ്ദേഹം ജോലി വേണ്ട എന്ന് ചിന്തിച്ചു. കർത്താവിന്റെ വേല ചെയ്തപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നാളുകളിൽ ആരെങ്കിലും പറയും നല്ല ആരോഗ്യമൊക്കെ ഉള്ളപ്പോൾ അവള് ജോലി ചെയ്തു, ആരോഗ്യം ഇല്ല, ആക്സിഡന്റും വന്നു, ഇനി ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞപ്പോ ജോലി വിട്ട് വേലയ്ക്ക് ഇറങ്ങി എന്ന് പറയാൻ ഇടയാക്കരുത്. വൈഫിന് ജോലി കിട്ടണം, ജോലി ചെയ്യണം. 1 മാസമെങ്കിലും 1 മാസം ജോലി ചെയ്ത് ശമ്പളം മേടിച്ചതിന് ശേഷം റെസിഗ്നേഷൻ കൊടുത്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചിറങ്ങണം. ദൈവം അതിന് വിടയാക്കണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ചില 1-2 വർഷത്തിന് മുമ്പ് ഇവിടെ നിന്നുള്ള ഭറൂച്ച് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വെൽഫെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് തന്നെ അവര് ക്ഷണിക്കുകയും ഒത്തിരി ഓഫറുകളും ഒത്തിരി കാര്യങ്ങളും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ അസസറായിട്ട് പല NIBHന്റെ അസസറായിട്ട് താൻ പലയിടത്ത് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതുമായിട്ടും അവര് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ 2-3 ഹോസ്പിറ്റൽ അസസറായിട്ട് കടന്നു പോകുവാനും ദൈവം ഇടയാക്കി. അങ്ങനെ 2 മാസം വെൽഫെയർ ഹോസ്പിറ്റൽ ജോലി ചെയ്തു. 2-ാം മാസം സാലറി മേടിച്ചു. റെസിഗ്നേഷൻ കൊടുത്തിട്ട് ജോലി ഇനി വേണ്ട, കർത്താവിന് വേണ്ടി ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി താൻ ജോലി വിട്ട്, അപ്പോൾ ജോലി ചെയ്യാൻ പറ്റാതെ അല്ല, ജോലി വിട്ടിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം തന്നെ ബലപ്പെടുത്തി. അങ്ങനെ ഇന്ന് കുടുംബമായിട്ട് ഞങ്ങൾ ഗുജറാത്തിലായിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ഹിതം പോലെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെ അവസരം നൽകിയ അരോമ TVക്ക് ഞങ്ങൾ എല്ലാവിധ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു. മാറാം. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ, ജോയ് പാസ്റ്റേ, വളരെ സംഭവബഹുലമായ ഒരു ജീവിതാനുഭവത്തിലൂടെ കർത്താവിന്റെ ദാസനും
ആ കുടുംബവും കടന്നു പോകുവാൻ തക്കവണ്ണിടയായി തീർന്നു. ആ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ കർത്താവിന്റെ ദാസൻ വിശദീകരിക്കുകയുണ്ടായി. കർത്താവിന്റെ ദാസന്റെ കുടുംബത്തെ സിസ്റ്ററെയും കുഞ്ഞിനെയും ഒന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താമോ? പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടാകും കർത്താവിന്റെ ദാസിയെയും കുഞ്ഞിനെയും ഒക്കെ ഒന്ന് കാണുവാൻ വേണ്ടി. നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ കർത്താവിന്റെ ദാസി? തീർച്ചയായിട്ടും ഇത് എന്റെ പ്രിയപ്പെട്ടവൾ ഓക്കെ. ഇത് എന്റെ പ്രിയപ്പെട്ടവള് ഡോക്ടർ ബ്ലസ്സി, ഇത് ഷാരോൺ. അദ്ദേഹത്തിന് 3.5 വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു ആക്സിഡന്റ് പറ്റിയത്. ദൈവം അത്ഭുതകരമായ സൗഖ്യം ദൈവം ഞങ്ങൾക്ക് നൽകി. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരു പാട് പോലും ഇല്ലാതെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവളുടെ ഫേസ് നിങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് കാണാൻ കഴിയും. ദൈവം അതുപോലെ സൗഖ്യമാക്കി. ഇപ്പൊ ഷാരോൺ എന്റെ മോള് 5th പഠിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ബ്ലസ്സിക്ക് ഇപ്പോൾ ചില സമയത്തൊക്കെ ഫിസിയോതെറാപ്പിക്ക് പോകുന്നുണ്ട്. കാര്യങ്ങളുടെ പ്രയാസങ്ങള് പൂർണ്ണമായിട്ടും വിടുതലായി ഇല്ലെന്നല്ല പറയുന്നെങ്കിലും ക്ലൈമറ്റിന്റെ വ്യതിയാനങ്ങളൊന്നുണ്ട്, അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. മോളെ എന്തുകൊണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായി പഠിക്കണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. മോടെ പേരെങ്ങനെ ഒന്ന് പറഞ്ഞേ? ഷാരോൺ. വെരി ഗുഡ്, വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. കർത്താവിന്റെ ദാസിയെ കുറിച്ചുള്ളതായ അത്ഭുതകരമായ ഒരു സാക്ഷ്യം കർത്താവിന്റെ ദാസനെ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും വലിയൊരു മിറക്കിൾ ഫാമിലിയാണ് നിങ്ങൾ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. നിങ്ങളെ പരിചയപ്പെട്ടത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് നിങ്ങൾ ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിന്റെ ആ കടന്നുപോയ ഓരോ അനുഭവങ്ങളും ദൈവദാസനെ അത് കണ്ണിൻ മുൻപിൽ വരച്ചു കാണിക്കുന്നത് പോലെ ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കൂടിയായി തീർന്നു. കർത്താവ് സഹായിക്കട്ടെ. ശക്തമായി കർത്താവിന് വേണ്ടി ഒരു മടങ്ങിവരവിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കർത്താവ് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ മടക്കി വരുത്തിയിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിചയപ്പെട്ടത് വളരെ സന്തോഷമുണ്ട്. സിസ്റ്റർ എന്തെങ്കിലും 2 വാക്ക് പറയാനുണ്ടോ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം? പറയാനെങ്കിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രേക്ഷകരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം അറിയാതെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തില്ല. വന്നാലും അത് നീക്കുപോക്ക് ദൈവം തീർച്ചയായിട്ടും നൽകും. അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി ദൈവം നമുക്ക് സ്പെഷ്യൽ ഗ്രേസ് കൃപ നൽകുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം അറിയാതെ ഒരു ബുദ്ധിമുട്ടും ഒരു ക്ലേശം ജീവിതത്തിൽ വരുത്തി. അതെ ഞാൻ താങ്ക് യു സിസ്റ്ററെ. കർത്താവ് സിസ്റ്ററിനെയും കുഞ്ഞിനെയും കർത്താവിന്റെ ദാസിനെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു, ഗാഡ് ബ്ലെസ്. അസാധാരണമായ ഒരു അനുഭവം, ദൈവത്തിന്റെ കരസ്പർശനം, ദൈവത്തിന്റെ സാന്നിധ്യം തൊട്ടറിഞ്ഞ അടുത്തറിയുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപക്ഷെ ചോദിച്ചത്, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പലരും ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ മുൻപാകെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ ദൈവത്തിന് അതിൻ്റെ പിന്നിലൊരു പദ്ധതി ഉണ്ടെന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല, അല്പം കഴിഞ്ഞേ മനസ്സിലാകും. ആമേൻ. കർത്താവിന്റെ ദാസൻ ജോയ് പ്രകാശ്, സഹോദരി ബ്ലസ്സി, കുഞ്ഞ് സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലയിൽ യാത്രയിലായിരിക്കുമ്പോൾ ആ യാത്ര ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ അതിന്റെ നടുവിൽ വെച്ച്, എൻ്റെ മധ്യത്തിൽ വെച്ച് തകർത്ത് കളയുവാൻ, മുക്കിക്കളയുവാൻ ശത്രുവായവൻ ശ്രമിച്ചു. പക്ഷെ ചെരുപ്പ് നനയാതെ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം വെളിപ്പെടുത്തിയത് പറഞ്ഞു തന്നത് മനസ്സിലായപ്പോൾ പിന്നീട് ഇതൊന്നും ഒരു വിഷയമല്ലാതായി മാറുകയാണ്. കർത്താവായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞു. പക്ഷേ ആ യാത്രാ മധ്യത്തിൽ ആ പടക് മുങ്ങിപ്പോകുമാറ് ഓളങ്ങളും തിരമാലകളും ആ പടകിന് നേരെ ആഞ്ഞടിച്ചു. അത് മുങ്ങിപ്പോകുമോ എന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് നിലവിളിച്ചു. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച് യേശുവിനെ വിളിച്ചുണർത്തുന്ന ശിഷ്യന്മാരും കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് അവർ ശാന്തമായി അക്കരയ്ക്ക് പോവുകയും ചെയ്യുന്നു. വിളിച്ച ദൈവം വിശ്വസ്തന. വഴിയിൽ മുങ്ങിപ്പോകുവാൻ, പട്ടുപോകുവാൻ ശത്രു പല വഴികളും ഒരുക്കുമെങ്കിലും സ്വർഗത്തിലെ ദൈവം അതിനെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. കാരണം
നമ്മുടെ മേലെ തളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ രക്തമാണ്. നമ്മുടെ മേലെ വിളി ഒരു റോയൽ കോളിംഗാ. ആ ശ്രേഷ്ഠകരമായ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച് ആരും തന്നെ ആമേൻ നശിച്ചു പോകുവാൻ, പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ദൈവം അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടടുത്ത് അവരെ കൊണ്ടെത്തിക്കുവാൻ്റെ കൂടെയായിത്തീരും. അത്ഭുതകരമായ വഴികളിലൂടെയാണ് കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ഈ മരണത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ്റെ കൂടെയായിട്ട്. അസാധാരണമായ ഒരു ജീവിതാനുഭവം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, ഒരുപക്ഷെ നിങ്ങൾ ഈ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല സംശയങ്ങളും ഉണ്ടാകാം. ഞങ്ങളെ ദൈവം ഇങ്ങനെ വിടുവിച്ചില്ലല്ലോ, ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലല്ലോ. അല്ല സഹോദര, സഹോദരി, നിങ്ങളെയും ദൈവത്തിന് ആവശ്യമുണ്ട്. ഒരേപോലെ അല്ല, ഒരാൾക്കും ദൈവം മറ്റൊരാളുടെ അനുഭവം കൊടുക്കത്തില്ല. എല്ലാവർക്കും വ്യത്യസ്തമായ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയാണ് ദൈവം തന്റെ പ്രവൃത്തി ഓരോരുത്തരുടെ ജീവിതത്തിലും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ചില പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. അതിന്റെ നടുവിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകാതെ ദൈവശബ്ദം കേൾക്കൂ, ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കൂ, കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കൂ. സമയമാകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുവാൻ തയ്യാറാവുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഈ അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ണാലെ കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, ദൈവം നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ട്, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ കഴിയാതെ പോയതുകൊണ്ടാണ് ഈ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ടുപോകുന്നത്. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഈ വിടുതലുകൾ നീണ്ടുപോകുവാൻ കാരണം ദൈവത്തിന്റെ പദ്ധതികളിൽ നാം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ്. കാര്യം തിരിച്ചറിയുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് ദാസൻ ജോയി, പ്രകാശ് അവറുകൾ കുടുംബം അവരുടെ ജീവിതത്തില് ദൈവീയ വിടുതലുകളെ അവർ തിരിച്ചറിഞ്ഞു. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായപ്പോൾ ദൈവത്തിന്റെ അത്ഭുതം അവരുടെ ജീവിതത്തിൽ കാണുവാൻ, കേൾക്കുവാൻ കഴിഞ്ഞു. ഇന്ന് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, ഓടുവാൻ ദൈവം അവരെ കുടുംബമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് എവർക്കും ബലം പകരുവാൻ, ഒന്നുകൂടെ ശക്തി പകരുവാൻ, കർത്താവിൽ ആശ്രയിക്കുവാൻ മുഖാന്തരമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആകയാൽ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ആമേൻ, എന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുക. നിങ്ങൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരുന്നാൽ, ഒരുപക്ഷെ രോഗത്താൽ ഭാരപ്പെടുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു, ഏതെങ്കിലും ആക്സിഡന്റുകളിൽപ്പെട്ട് നിരാശയിൽ കഴിയുന്നു, ജീവിതം എല്ലാം അവസാനിച്ചു, ഇനി മുന്നോട്ടൊരു വഴിയില്ല, പ്രതീക്ഷയില്ല എന്ന് ആശങ്കയോടുകൂടി ആയിരിക്കുന്ന ഒരു വ്യക്തിയാണോ ഞങ്ങളെ കേൾക്കുന്നത്? ഇന്ന് പകൽ, ഈ നിമിഷം നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നിങ്ങൾ കിടക്കുന്ന ആ കിടക്കയിൽ കിടന്നുകൊണ്ട്, കർത്താവേ, അങ്ങനോട് സംസാരിക്കണമേ, അങ്ങയുടെ ശബ്ദത്തിന് ഞാൻ ചെവി തരുന്നു, അങ്ങയുടെ കരം എന്നെ തൊടണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ജോയ് പ്രകാശ് അവറുകൾ അരോമറ്റീവിയുടെ ഓരോ ശ്രോതാക്കൾക്ക് വേണ്ടി ഭാരങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന തകർന്നിരിക്കുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ടതിന്, കർത്താവ് സംസാരിക്കേണ്ടതിന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, അരോമ ടിവിയിലൂടെ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇവര് കടന്നു പോകുന്ന സാഹചര്യങ്ങളെ പിടിവിപ്പാൻ കഴിവുള്ളൊരു ദൈവം ഇന്നും ജീവിക്കുന്നല്ലോ. ഞാൻ അടിയങ്ങൾ കടന്നുപോയ ഇടത്ത് തകർന്നു എന്ന് ഞങ്ങൾ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ട ഇടത്ത് ഇല്ല, ഇനിയും ഉണ്ടോ, നോ മോർ ബിയോണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ മോർ ബിയോണ്ട് എന്ന് തോളത്തട്ടി ഞങ്ങളെ ആശ്വസിപ്പിച്ചൊരു ദൈവം ഇന്നും ജീവിക്കുന്നല്ലോ. ഈ ശബ്ദം കേൾക്കുന്ന, ഈ സാക്ഷ്യം കേട്ട സമയം മുതൽ കർത്താവ്, എനിക്കൊരു വിടുതലുണ്ടോ എന്ന് ചിന്തിക്കുന്ന സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അവരുടെ അടുക്കലേക്ക് നിന്റെ സാന്നിധ്യം ഇറങ്ങണമേ. ചെരുപ്പ് നനയാതെ പുറത്തു കൊണ്ടുവരും എന്ന വചനം എന്നെ ബലപ്പെടുത്തിയതുപോലെ വചനം പറഞ്ഞ് അവരെ ശക്തീകരിച്ച വചനത്തിലൂടെയുള്ള വിടുതൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊടുക്കുവാൻ ഞാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. ചെങ്കടലിന് തുല്യമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ശബ്ദം രോഗത്താൽ, സാമ്പത്തിക ഞെരുക്കത്താൽ, ഹല്ലേലൂയ, മാനസിക വ്യഥകളാൽ, കുടുംബപരമായ പ്രതിസന്ധികളാൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ചെരുപ്പ് നനയാതെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവമേ നിന്റെ കരം നീട്ടണമേ. ഈ ശബ്ദം ഈ കേൾക്കുന്ന ഈ സമയം മുതൽ
ദൈവിക വിടുതലിന്റെ മഹത്വത്തിന്റെ കരം അങ്ങനെയുള്ളവരുടെ മേൽ ചലിച്ചു തുടങ്ങിയതിനായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് എല്ലാ ശ്രോതാക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹമായി മാറട്ടെ, ഇവർ അനുഗ്രഹമായി മാറട്ടെ. സ്വർഗം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഒരിക്കൽ കൂടി ഈ സ്ഥാപനത്തെ അല്ലെങ്കിൽ ഈ ചാനലിനെയും ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസന്മാരെയും നിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ടീമിനെയും ഏൽപ്പിക്കുന്നു. ബ്ലസ് ചെയ്യും. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ് പ്രകാശ് അവറുകൾ, കുടുംബം. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ നിങ്ങളുടെ മെസ്സേജുകൾ അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com